ഹായ് സ്റ്റുഡൻസ്, പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കുന്നത് ഇഗ്നോയുടെ BHIC 101 എന്ന് പറയുന്ന പേപ്പറിലെ ഹിസ്റ്ററി ഓഫ് ഇന്ത്യ എന്ന് പറയുന്ന പേപ്പറിലെ ഫസ്റ്റത്തെ ചാപ്റ്റർ ആണ് നാം ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ ഇഗ്നോയുടെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് അവൈലബിൾ ആണ്. റീഗൽ അഗ്നി ഫാമിലി എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണമുള്ള ക്ലാസ്സുകൾ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യും. എല്ലാവരും അത് യൂസ് ആക്കുക എന്ന് പറയുന്നു. അതുപോലെ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നിങ്ങൾക്ക് ഒരു പുതിയ ക്ലാസ്സുമായിട്ട് ഞാൻ എത്തിയിരിക്കുവാണ്. അപ്പൊ നമുക്ക് വൈകിപ്പിക്കേണ്ട ക്ലാസ്സിലോട്ട് പോവാം. ചാപ്റ്ററിന്റെ പേര് യൂണിറ്റ് 1 ജോഗ്രഫിക്കൽ റീജിയൻ ആൻഡ് സോഴ്സസ്. ചാപ്റ്റർ 1 ജോഗ്രഫിക്കൽ റീജിയൻസ് ആൻഡ് സോഴ്സസ്. അപ്പോൾ ഈ ചാപ്റ്ററിൽ നമ്മുടെ ഭൂമിശാസ്ത്രപരമായിട്ട് നമ്മുടെ ഇന്ത്യക്ക് ഒരുപാട് ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ഒരു ഡിഗ്രി പഠിക്കുന്ന കുട്ടികളാവുമ്പോൾ നമ്മൾ +2 പഠിച്ച ലെവലിലല്ല നമ്മൾ അടുത്ത് പഠിക്കുന്നത്, അല്ലെ? നിങ്ങൾക്കറിയാം, +2 നമ്മൾ കുറച്ച് പോർഷനാണ് പഠിച്ചെങ്കിൽ അതിന് കുറച്ചുകൂടെ കാര്യങ്ങളായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യും. എവിടെ? ഡിഗ്രിയിൽ. അത് കഴിഞ്ഞ് അതിനേക്കാളും കുറച്ചുകൂടി വൈഡായിട്ട് നമ്മൾ PG അങ്ങോട്ടുള്ള ഹയർ സ്റ്റഡീസിൽ നമ്മൾ നോക്കും. അതുപോലെ ഇത്തവണ നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ കുറച്ച് വൈഡായിട്ട്, അതായത് ഇന്ത്യൻ ഭൂമിശാസ്ത്രത്തെ കുറച്ച് വൈഡായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള നമ്മുടെ ജോഗ്രഫിക്കൽ ഫീച്ചേഴ്സ് ആയിട്ടുള്ള കാര്യങ്ങളെ കുറിച്ചിട്ട്, അതായത് നമ്മുടെ പെനിൻസുലർ പ്ലാറ്റ്യൂ അതുപോലെയുള്ള മറ്റു കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുണ്ട്. ഹിമാലയൻ കാര്യങ്ങൾ, അതുപോലെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, പെനിൻസുലർ പ്ലാറ്റ്യൂ, പിന്നെ നമ്മുടെ ജോഗ്രഫിക് റീജിയൻസ് ഏതൊക്കെ രീതിയിൽ നമുക്ക് അറിയാൻ പറ്റും, അതിന് ഏതൊക്കെ സോഴ്സസ് ഉണ്ട്, അതായത് ലിറ്റററി സോഴ്സസ് ഉണ്ട്, ആർക്കിയോളജിക്കൽ സോഴ്സസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹിസ്റ്റോറിക്കൽ സോഴ്സസ് ഉണ്ട്, ഫോറിൻ അക്കൗണ്ട്സ് ഉണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളിലൂടെയൊക്കെ നമുക്ക് അറിയാനായിട്ട് സാധിക്കും. അപ്പോ ഇത്തവണ നമ്മൾ ഈ പാഠഭാഗത്തിൽ നമ്മൾ നോക്കുന്നതാണ് മേജർ ജോഗ്രഫിക് റീജിയൻസ്, ഒരു ക്വസ്റ്റ്യന്റെ പേര്. രണ്ടാമത്തേതെന്ന് പറയുമ്പോൾ അടുത്ത എന്താണ് നമ്മുടെ ആർക്കിയോളജീസ്, അതുപോലെ തന്നെ ലിറ്ററീസ്, ഫോറിൻ അക്കൗണ്ട്സ്. അങ്ങനെ നമുക്ക് ഒരു 4 ക്വസ്റ്റ്യനോളം നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുണ്ട്. നമുക്ക് എന്തായാലും ക്ലാസ്സിലോട്ട് പോവാം. നോക്കാം. മേജർ ജോഗ്രഫിക് റീജിയൻസ്. നമ്മുടെ ജോഗ്രഫിക് റീജിയൻസിനെ 3ആയിട്ട് തിരിക്കാറുണ്ട്. എത്രയായിട്ട് തിരിക്കാറുണ്ട്? 3ആയിട്ട് തിരിക്കാറുണ്ട്. ഒന്നാമത്തത് എന്താണ്? ഹിമാലയൻ അപ്ലാൻഡ്സ്, അല്ലെ? ഹിമാലയൻ അപ്ലാൻഡ്സ്, പിന്നെ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ, അത് കഴിഞ്ഞിട്ട് പെനിൻസുലർ പ്ലാറ്റ്യൂസ്. ഓക്കെ, വേറെ ഒന്നുമില്ല. ഹിമാലയൻ പർവ്വതനിരകൾ, അതുപോലെ തന്നെ എന്താണ് പറയുന്നത്, ഉത്തര മഹാസമതലം, അതുപോലെ തന്നെ ഉപദ്വീപീയ പീഠഭൂമി. അങ്ങനെ 3 തരത്തിലാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. ഇതിന്റെ ഫീച്ചേഴ്സും കൂടെ നമുക്ക് നോക്കണം. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ മനസ്സിലായോ? എന്താണ് മേജർ ജോഗ്രഫി റീജിയൻസ്? ഏതൊക്കെയാണ് ജോഗ്രഫിക്കൽ റീജിയൻസ്? ഒന്നാമത്തെ എന്താണ്? ഹിമാലയൻ അപ്ലാൻഡ്സ്, അല്ലെ? ഹിമാലയൻ അപ്ലാൻഡ്സ്, അതായത് ഹിമാലയൻ പർവ്വതങ്ങളെ കുറിച്ച് നമുക്ക് പഠിക്കാം. രണ്ടാമത്തത് ഉത്തര മഹാസമതലം, അത് കഴിഞ്ഞ ശേഷം ഉപദ്വീപീയ പീഠഭൂമി, അല്ലെ? ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പഠിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് നമുക്ക് ഹിമാലയ അപ്ലാൻഡ് എന്താണെന്ന് നോക്കാം. എന്താണ് ഹിമാലയൻ അപ്ലാൻഡ്സ് എന്ന് പറയുമ്പോൾ? നമുക്കറിയാം, അല്ലെ? നമ്മുടെ രാജ്യത്തെ തന്നെ സംരക്ഷിച്ചു നിർത്തുന്നത് എന്താണ്? ഹിമാലയൻ പർവ്വതങ്ങളാണ്. നമുക്ക് ഒരു കാരണവശാൽ നമുക്ക് പറയാൻ കഴിയും. കാരണം മറ്റ് ആക്രമണങ്ങൾ, ഇന്നോവേഷൻസിൽ നിന്നല്ല നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് ഈ ഹിമാലയൻ പർവ്വതനിരകളിലാണ്, അല്ലെ? അല്ലെങ്കിൽ എന്താണ് മടക്ക് പർവ്വതങ്ങൾ എന്നറിയപ്പെടും. യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ്, അല്ലെ? യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ഇൻ ദ വേൾഡ് എന്ന് പറയുമ്പോൾ എന്താണ്? മടക്ക് പർവ്വതങ്ങളാണ്, അല്ലെ? യങ്ങസ്റ്റ് ആണ്. യങ്ങസ്റ്റ്, പ്രായം കുറഞ്ഞ, അല്ലെ? യങ്ങസ്റ്റ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? മടക്ക് പർവ്വതങ്ങളാണ്, അല്ലെ? ശ്രദ്ധിക്കുക, മടക്ക് പർവ്വതങ്ങൾ. ആവറേജ് ഹൈറ്റ് 6000 മീറ്റേഴ്സ് ആണ്. ഇതിന്റെ മീറ്റേഴ്സ്, അല്ലെ, ഹൈറ്റ് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 6000 ആണ്. 6000 മീറ്റർ ആണ് ഇതിന്റെ ഉയരം എന്ന് പറയുന്നത്. പിന്നെ എന്താണ്? നമ്മുടെ രാജ്യത്ത്, നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ, നമ്മുടെ രാജ്യത്തെ സംരക്ഷിക്കുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നെല്ലാം നമ്മളെ സംരക്ഷിക്കുന്നത് ഈ ഒരു പർവ്വത നിരകളാണ്, അല്ലെങ്കിൽ ഈ മടക്ക് പർവ്വതങ്ങളാണ്. പിന്നെ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്നത് ഏത് ഒരു കൺട്രിയാണ് നിങ്ങൾക്കറിയാം? അഗ്രികൾച്ചർ കൺട്രിയാണ്, അല്ലെ? അപ്പൊ അഗ്രികൾച്ചർ സെക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക സാംസ്കാരിക മേഖലയെല്ലാം സ്വാധീനിക്കുന്നത് ഈ പർവ്വത നിരകളാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ രാജ്യത്തിന്റെ കാർഷിക മേഖലയെല്ലാം സ്വാധീനിക്കുന്നത് ഈ പർവ്വത നിരകളാണ്. ഉദാഹരണം പിന്നെ നമുക്ക് പറയാം, എല്ലാ നദികളും എന്ന് പറയുമ്പോൾ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര, ഈ വക നദികളെല്ലാം ഉത്ഭവിക്കുന്നത് എവിടെ നിന്നാണ്? ഹിമാലയത്തിൽ നിന്നാണ്. അതുകൊണ്ട് എന്താണ്? വറ്റാത്ത നദികളാണ്. ഹിമാലയത്തിൽ മഞ്ഞുണ്ട്, അത് ഉറഞ്ഞ് എന്ത് ചെയ്യും? വെള്ളമായിട്ട് പരിണമിക്കുന്നതാണ് ഈ നദികളിലെ വെള്ളം എന്ന് പറയുമ്പോൾ. ഒരിക്കലും വറ്റാത്ത എന്താണ് നദികൾ എന്ന് പറയുന്നത് പോലെ സിന്ധു, ഗംഗ, അതുപോലെ ഗംഗ, ബ്രഹ്മപുത്ര, യമുന, ഇതെല്ലാം എവിടെ നിന്ന് വരുന്നതാണ്? നമ്മുടെ ഹിമാലയത്തിൽ നിന്ന് വരുന്നതാണ്. അപ്പോൾ ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. എന്താണ് ഫസ്റ്റ് നോക്കിയത്? യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. ഒന്നാമത്തെ പോയിന്റ് യങ്ങസ്റ്റ് ഫോൾഡ് മൗണ്ടെയിൻ ആണ്. 6000 മീറ്റേഴ്സ് ആണ്. 6000 മീറ്റേഴ്സ് ആണ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന്റെ അഗ്രികൾച്ചർ സെക്ടറിനെ തന്നെ സ്വാധീനിക്കുന്നത് ഈ ഒരു മേഖലയാണ്, അല്ലെങ്കിൽ ഈ ഒരു ഹിമാലയ അപ്ലാൻഡ്സ് ആണ് അഗ്രികൾച്ചർ സെക്ടറിനെ
പിന്നെ എന്താ ഗംഗ, യമുന, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവം അല്ലെങ്കിൽ ഒറിജിൻ എന്ന് പറയുന്നത് എവിടെ നിന്നാണ്? നമ്മുടെ ഈ ഹിമാലയൻ അപ്ലാൻസിൽ നിന്ന് ആണ്. പിന്നെ നിങ്ങളുടെ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് പ്രകൃതിയുടെ എന്ത് തന്നെ തടയണ അല്ലെ, ഒരു ബാരിയർ എന്ന് തന്നെ നമുക്ക് ആരെ വിശേഷിപ്പിക്കാം? ഈ ഹിമാലയൻ അപ്ലാൻസിനെ വിശേഷിപ്പിക്കാം. അപ്പൊ പ്രകൃതിയുടെ തടയണ അടുത്ത പോയിന്റ് ആണ്. പ്രകൃതിയുടെ തടയണ എന്ന് തന്നെ നമുക്ക് ആരെ വിശേഷിപ്പിക്കാം? നമ്മുടെ ഹിമാലയൻ അപ്ലാൻസിനെ വിശേഷിപ്പിക്കാം. പിന്നെ എന്താണ് നേരത്തെ പറഞ്ഞ മറ്റ് രാജ്യങ്ങളുടെ വൈദേശിക ആക്രമണങ്ങൾ, ഒരു കോട്ട പോലെ നമ്മുടെ രാജ്യത്ത് സംരക്ഷിക്കുന്നത് ആരാണ്? ഈ ഹിമാലയൻ അപ്ലാൻസ് ആണ്. ഒരു കോട്ട പോലെ നമ്മുടെ രാജ്യത്തെ എന്ത് ചെയ്യുന്നു? സംരക്ഷിക്കുന്നു. അപ്പൊ വൈദേശിക ആക്രമണങ്ങളിൽ നിന്ന് എന്ത് ചെയ്യും? തടയുന്ന ഒരു ഫീച്ചർ ആണ് നമ്മുടെ ഹിമാലയൻ അപ്ലാൻസ് എന്ന് പറയുന്നത്. പിന്നെ എന്താണ് ഇന്ത്യയെ ആക്രമണങ്ങളിൽ നിന്ന് തടയുന്നത്? അത് തന്നെയാണ് മെയിൻ റിപ്പീറ്റ് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ. പിന്നെ മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്ന് വരുന്ന ശീതക്കാറ്റിനെ, മനസ്സിലായി? ശീതക്കാറ്റ് എന്ന് പറയുമ്പോൾ കോൾഡ് വിൻഡിന് അല്ലെ, ശീതക്കാറ്റിന് തടഞ്ഞ് ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ ഹിമാലയൻ അപ്ലാൻസ് ആണ്. ശ്രദ്ധിച്ചിരിക്കുക, മെഡിറ്ററേനിയൻ ഭാഗത്ത് നിന്ന് വീശുന്ന ശീതക്കാറ്റിനെ തടഞ്ഞ് നമ്മുടെ ഇന്ത്യയെ സംരക്ഷിക്കുന്നത് ഈ ഹിമാലയൻ അപ്ലാൻസ് ആണ്. ഓക്കെ, ഇനി മൺസൂൺ കാറ്റിനെ അല്ലെ, മൺസൂൺ വിൻസിനെ തടഞ്ഞു നിർത്തി ആ കാറ്റുകളിൽ നിന്നുള്ള മഴ എന്തായി പരമാവധി ഇന്ത്യയെ തന്നെ ലഭിക്കും. നമുക്ക് ഇന്ത്യയിൽ എന്തുകൊണ്ട് മൺസൂൺ മഴകളുണ്ട് അല്ലെ, ആ മൺസൂൺ മഴ നമ്മുടെ ഇന്ത്യയിൽ തന്നെ പരമാവധി ലഭിക്കാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നതും ഈ ഹിമാലയൻ ആരാണ്? ഹിമാലയമാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത്രയും പോയിന്റ് ഒന്നുകൂടെ നമുക്ക് നോക്കാം. എന്താണ് ഒന്നാമത്തെ പോയിന്റ്? എന്താണ്? ഹിമാലയൻ അപ്ലാൻസിനെ കുറിച്ച് പറയുന്നു, മടക്ക് പർവ്വതമാണ്. പിന്നെ എത്രയാണ് ഹൈറ്റ്? 6000 ആണ്. നിങ്ങൾ ഈ പോയിന്റ് മാത്രം പഠിച്ചാൽ മതി. 6000 ആണ്. പിന്നെ എന്താ പറഞ്ഞത്? നമ്മുടെ രാജ്യത്തിന്റെ അഗ്രികൾച്ചർ സെക്ടറിനെ എന്ത് ചെയ്യുന്നു? സ്വാധീനിക്കുന്നുണ്ട്. പിന്നെ എന്താണ്? ഇന്നോവേഷൻ അല്ലെ, ഫോറിൻ കൺട്രീസിൽ നിന്നുള്ള ആക്രമണങ്ങൾ തടയുന്നതിന് നമ്മുടെ കൺട്രീനെ സംരക്ഷിക്കുന്നത് ആരാണ്? നമ്മുടെ ഈ മടക്ക് പർവ്വതം അല്ലെങ്കിൽ എന്താണ് ഹിമാലയൻ അപ്ലാൻസ് ആണ്. പിന്നെ എന്താ പറഞ്ഞത്? ഇന്ത്യയിൽ എന്താണ് വരുന്ന മറ്റ് രാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം, വൈദേശിക ആക്രമണം തടയുന്നു. പിന്നെ ഗംഗ, യമുന, ബ്രഹ്മപുത്ര എന്നീ നദികളുടെ ഉത്ഭവം എന്ന് പറയുന്നത് ഈ ഹിമാലയത്തിൽ നിന്നാണ്. പിന്നെ എന്താണ്? മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്ന് വരുന്ന ശീതക്കാറ്റിനെ അല്ലെ, മെഡിറ്ററേനിയൻ പ്രദേശത്ത് നിന്ന് വരുന്ന ശീതക്കാറ്റിനെ തടഞ്ഞു നിർത്തി എന്ത് ചെയ്യുന്നു? നമ്മുടെ സംരക്ഷിക്കുന്നത് ആരാണ്? ഈ ഹിമാലയൻ പർവ്വത നിരകളാണ്. പിന്നെ അത് മാത്രമല്ല ഇവിടെ പറയുന്നു മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി, നമ്മുടെ മൺസൂൺ കാറ്റിനെ തടഞ്ഞു നിർത്തി നമ്മുടെ ഇന്ത്യയിൽ പെയ്യാണ്ട പരമാവധി മഴയും ഇന്ത്യയിൽ തന്നെ എന്ത് ചെയ്യുന്നുണ്ട്? നിർത്തുന്നത് ആരാണ്? ഈ ഹിമാലയൻ പർവ്വത നിരകളാണ്. ഓക്കെ, മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അടുത്ത ഈ ഹിമാലയത്തിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം. ഈസ്റ്റേൺ ഹിമാലയൻസും സെൻട്രൽ ഹിമാലയൻസും വെസ്റ്റേൺ ഹിമാലയൻസും തിരിക്കാം. ഓക്കെ, ഹിമാലയത്തിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. ഈസ്റ്റേൺ ഹിമാലയൻസും സെൻട്രൽ ഹിമാലയൻസും വെസ്റ്റേൺ ഹിമാലയൻസും നിങ്ങളുടെ ടെക്സ്റ്റിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. മനസ്സിലായോ? ക്ലിയർ ആവുന്നുണ്ടോ? അപ്പൊ അടുത്ത് നമുക്ക് രണ്ടാമത്തേലോട്ട് പോവാം. ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻസ്. ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുമ്പോൾ ഉത്തര മഹാസമതലം. ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിന്റെ മലയാളം എന്താണ്? ഉത്തര മഹാസമതലം. ഉത്തര മഹാസമതലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പഞ്ചാബ് മഹാസമതലം എന്ന്, സിന്ധ് മഹാസമതലം എന്ന്. അപ്പൊ ഉത്തര മഹാസമതലത്തിൽ അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. പഞ്ചാബ് സമതലം എന്നും സിന്ധ് മഹാസമതലം എന്നും. ഗാൻജറ്റിക് പ്ലെയിൻസിനെ നമുക്ക് അല്ലാതെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അതായത് രണ്ടായിട്ട് തിരിക്കുന്നത് പഞ്ചാബ് എന്നും സിന്ധ് എന്നും. അതവിടെ കഴിഞ്ഞതിന് ശേഷം ഗാൻജറ്റിക് പ്ലെയിനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പർ, നിങ്ങൾ ടെക്സ്റ്റിൽ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. എന്താണ്? അപ്പർ പ്ലെയിൻസ് എന്നും മിഡിൽ പ്ലെയിൻസ് എന്നും ലോവർ പ്ലെയിൻസ് എന്നും മൂന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? തിരിക്കാം. അപ്പർ പ്ലെയിൻസ് എന്നും ലോവർ പ്ലെയിൻസ് എന്നും മിഡിൽ പ്ലെയിൻസ് എന്നും നമുക്ക് തിരിക്കാം. അപ്പോൾ ഈ ഒരു ഉത്തര മഹാസമതലം എന്ന് പറയുമ്പോൾ ഫലപുഷ്ടത ഏറ്റവും നിറഞ്ഞ പ്രദേശമാണ് എന്ത്? ഉത്തര മഹാസമതലം അല്ലെങ്കിൽ ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്ന് പറയുന്നത്. ഫലപുഷ്ടത നിറഞ്ഞ സ്ഥലമാണ്. കൃഷിക്ക് അനുയോജ്യമായ പ്ലേസ് ആണ്. അഗ്രികൾച്ചർ സ്യൂട്ട് ആവുന്ന പ്ലേസ് ആണ് ഏത്? ഉത്തര മഹാസമതലം. അഗ്രികൾച്ചറിന് സ്യൂട്ട് ആവുന്ന പ്രദേശമാണ് ഏത്? ഉത്തര മഹാസമതലം. പിന്നെ മൗര്യഗുപ്ത, നമുക്കറിയാം മൗര്യന്മാര്, അതുപോലെ തന്നെ മൗര്യഗുപ്ത രാജവംശങ്ങൾ എല്ലാം ഉയർന്നു വന്നത് ഈ ഒരു എന്താണ്? ഉത്തര മഹാസമതലത്തിലാണ്. ശ്രദ്ധിച്ചിരിക്കുക, മൗര്യ, ഗുപ്ത എല്ലാ രാജവംശങ്ങളും അല്ലെങ്കിൽ അതെല്ലാം ഉയർന്നു വന്നത് നമ്മുടെ ഉത്തര മഹാസമതലത്തിൽ നിന്നാണ്. പിന്നെ എന്തൊക്കെ പറയുന്നത്? ബംഗാൾ, ഹരിയാന ഈ പ്രദേശങ്ങളെല്ലാം എവിടെ വരുന്നതാണ്? ഉത്തര മഹാസമതലത്തിൽ വരുന്നതാണ്. അപ്പൊ ഫസ്റ്റ് നമ്മൾ നോക്കിയത് ഹിമാലയൻ പർവ്വതങ്ങൾ നോക്കി. രണ്ടാമത്തത് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ അല്ലെങ്കിൽ ഉത്തര പർവ്വതമേല അല്ലെങ്കിൽ ഉത്തര മഹാസമതലം നമ്മൾ നോക്കി. ഉത്തര മഹാസമതലത്തിൽ എന്തൊക്കെയാ പറഞ്ഞത്? അപ്പർ പ്ലെയിൻസ് എന്നും മിഡിൽ പ്ലെയിൻസ് എന്നും അതുപോലെ തന്നെ ലോവർ പ്ലെയിൻസ് എന്നും നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? തിരിക്കുന്നുണ്ട്. പിന്നെ ഫലപുഷ്ടത ഏറ്റവും കൂടിയ പ്ലേസ് ആണ് അല്ലെ, ഫലപുഷ്ടത ഏറ്റവും കൂടിയ പ്ലേസ് ആണ്. മൗര്യ, ഗുപ്ത രാജവംശങ്ങളെല്ലാം ഉയർന്നു വന്നത് ഈ പ്ലേസിൽ നിന്നാണ്. എക്സാം പോയിന്റ് നിങ്ങൾ ഇത്ര എന്ത് ചെയ്യുക? മനസ്സിലാക്കി വെക്കുക. പിന്നെ ബംഗാൾ, ഹരിയാന ഇതെല്ലാം ഈ ഉത്തര മഹാസമതലത്തിൽ ഒരു ഭാഗമാണ്. ഓക്കെ, ഇനി പെനിൻസുലർ
പെൻസുലർ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കും? ഉപദ്വീപീയ, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി, ഉപദ്വീപീയ പീഠഭൂമി അല്ലെ. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട കരഭാഗത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? പെൻസുലർ പ്ലാറ്റ്യൂ എന്ന് പറയുന്നത്. മനസ്സിലാവുന്നുണ്ട്? അതായത് 3 ഭാഗവും എന്താണ്? വെള്ളത്താൽ ചുറ്റമാണ് അല്ലെ. ഒരു ഭാഗം മാത്രം എന്താണ്? കരഭാഗമാണ്. നമുക്കറിയാം ലക്ഷദ്വീപ് എന്നൊക്കെ പറയുന്നത് അല്ലെ ഒരു ദ്വീപാണ്, അതൊരു ദ്വീപ് സമൂഹമാണ് അല്ലെ. അതുപോലെ ഇവിടെ എന്താണ്? 3 ഭാഗവും വെള്ളത്താൽ ചുറ്റിയിട്ട് ഒരു ഭാഗം എന്താണ്? കരഭാഗമുള്ള പ്രദേശത്തെ നമ്മൾ എന്തെന്ന് വിളിക്കുന്നു? പെൻസുലർ പ്ലാറ്റ്യൂ അല്ലെങ്കിൽ എന്താണ്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയാണ് ഏതൊക്കെ? അല്ലെങ്കിൽ ഉപദ്വീപീയ ഭാഗത്താണ് ആരൊക്കെയുള്ളത്? കേരളം, തമിഴ്നാട്, മഹാരാഷ്ട്ര, കർണാടക ഇവയെല്ലാം എവിടെയാണുള്ളത്? ഇന്ത്യയുടെ ഉപദ്വീപീയ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പൊ ഇന്ത്യയുടെ ഉപദ്വീപീയ ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര ഇതെല്ലാം എവിടെയാണ്? ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രദേശത്താണ്. ഓക്കെ, ഇനി പെൻസുലർ ഇന്ത്യയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് ഡെക്കാൻ പീഠഭൂമി. നമുക്കറിയാം പെൻസുലാർ എന്ന് പറയുമ്പോൾ ഉപദ്വീപീയ പീഠഭൂമി, ഇതിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതാണ് എന്ത്? ഡെക്കാൻ പീഠഭൂമി. നമുക്കറിയാം ഡെക്കാൻ പീഠഭൂമി എന്താണ്? വോൾക്കാനിക് ഇറപ്ഷനിലൂടെ വരുന്നതാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറഞ്ഞാൽ. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ വരുന്നതിനെയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. അപ്പോൾ ഈ വോൾക്കാനിക് ആക്ടിവിറ്റികളുടെ ഇടയിൽ കൂടെ വരുന്ന ഈ പീഠഭൂമിയെ എന്തെന്ന് വിളിക്കുന്നു? നമ്മുടെ പെൻസുലർ പ്ലാറ്റ്യൂ എന്ന് വിളിക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക, പെൻസുലർ ഇന്ത്യയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നു. പെൻസുലർ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇന്ത്യയുടെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് പെൻസുലർ പ്ലാറ്റ്യൂസ് എന്ന് വിളിക്കുന്നത്. അതിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നത് ഡെക്കാൻ പീഠഭൂമി. പെൻസുലർ പ്ലാറ്റ്യൂവിന്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്നതിനെയാണ് ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. വോൾക്കാനിക് ആക്ടിവിറ്റിയിലൂടെ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? നമ്മുടെ ഡെക്കാൻ പീഠഭൂമി. അവിടെയാണ് കറുത്ത മണ്ണ് അല്ലെങ്കിൽ റിഗർ മണ്ണ്, ചെർണോസം എന്നൊക്കെ പറയുന്ന മണ്ണ് രൂപാന്തരപ്പെടുന്നത്. എവിടെയാണ്? ഈ ഒരു പ്ലേസിൽ നിന്നാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ക്ലാസ്സിൽ നോക്കുക, ശ്രദ്ധിച്ചിരിക്കുക. അതായത് ഡെക്കാൻ പീഠഭൂമി ഇമ്പോർട്ടന്റ് ആണ്, എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ്. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. വോൾക്കാനിക് ഇറപ്ഷനിലൂടെ വരുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഡെക്കാൻ പീഠഭൂമി എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ്? അവിടെയാണ് നമുക്കറിയാം കറുത്ത മണ്ണ്, റിഗർ മണ്ണ്, ചെർണോസം ഇതെല്ലാം രൂപാന്തരപ്പെടുന്നത് ഈ ഡെക്കാൻ പീഠഭൂമിയിലാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, വോൾക്കാനിക് ആക്ടിവിറ്റീസും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുന്നത് എവിടെയാണ്? ഈ ഡെക്കാൻ പീഠഭൂമിയിലാണ്. പിന്നെ എന്തൊക്കെയാണ്? ഇവിടെ നമുക്ക് ഈസ്റ്റേൺ എന്നും വെസ്റ്റേൺ എന്നും സൗത്ത് എന്നും തിരിക്കുന്നുണ്ട്. സൗത്ത്, ഈസ്റ്റേൺ, വെസ്റ്റേൺ എന്നെല്ലാം തിരിക്കുന്നുണ്ട്. പിന്നെ ഇന്ത്യയിൽ 9 പ്രദേശങ്ങളിലാണ് തീരപ്രദേശമുള്ള സമുദ്ര അതിർത്തി ഉള്ളത്. ഇന്ത്യയിലെ 9 പ്രദേശങ്ങളിലാണ് തീരപ്രദേശമുള്ള സമുദ്രമായിട്ടുള്ള അതിർത്തി ഉള്ളത്. ശ്രദ്ധിച്ചിരിക്കുക, ഇന്ത്യയുടെ 9 പ്രദേശങ്ങളാണ്. അപ്പൊ നമ്മൾ ചിന്തിച്ചു നോക്കാം, അത് എവിടം തൊട്ട് എവിടം വരെയാണെന്ന് ചോദിച്ചാൽ ഗുജറാത്ത് മുതൽ കിഴക്ക് ഒഡീഷ മുതൽ പിന്നെ എന്താണ് വെസ്റ്റ് ബംഗാൾ വരെ. ഗുജറാത്ത് മുതൽ കിഴക്ക് ഒഡീഷ മുതൽ വെസ്റ്റ് ബംഗാൾ വരെ വ്യാപിച്ചു കിടക്കുന്ന 9 സംസ്ഥാനങ്ങളിലാണ് നമ്മുടെ ഇന്ത്യയുടെ ഉപദ്വീപീയ പീഠഭൂമിയിൽ കിടക്കുന്നത്. അപ്പൊ ഒന്നുകൂടെ ശ്രദ്ധിച്ചിരിക്കുക, ഉപദ്വീപീയ പീഠഭൂമി എന്ന് പറയുമ്പോൾ 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്ലേസിനെയാണ് എന്ത് വിളിക്കുന്നത്? ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. 3 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തെയാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ന് വിളിക്കുന്നത്. ഉപദ്വീപീയ പീഠഭൂമിയിൽ ഉള്ളത് ഏതൊക്കെയാണ്? കേരളം, തമിഴ്നാട്, കർണാടക, മഹാരാഷ്ട്ര അല്ലെ. പിന്നെ ഇവിടെയാണ് ഈ ഉപദ്വീപീയ പീഠഭൂമിന്റെ മധ്യത്തിലാണ് എന്തുള്ളത്? ഡെക്കാൻ പീഠഭൂമി ഉള്ളത്. ഇവിടെ എന്തുള്ളത്? ഡെക്കാൻ പീഠഭൂമി. അത് ഡെക്കാൻ പീഠഭൂമി എങ്ങനെയാണ് ഉദയം ചെയ്യുന്നത്? വോൾക്കാനിക് ഇറപ്ഷനിലൂടെയാണ് അല്ലെ. വോൾക്കാനിക് ഇറപ്ഷൻ എന്ന് പറയുമ്പോൾ എങ്ങനെയായിരിക്കാം? നമുക്കറിയാം അഗ്നിപർവ്വത സ്ഫോടനങ്ങളുടെ ഫലമായിട്ട് ഉണ്ടാകുന്നതാണ് വോൾക്കാനിക് ഇറപ്ഷൻ. അവിടെയാണ് ഏറ്റവും കൂടുതൽ എന്താണ്? നല്ല ഫലഭൂഷമായി കറുത്ത മണ്ണ് അല്ലെ. കറുത്ത മണ്ണ്, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് കറുത്ത മണ്ണ് വേറൊരു പേരാണ് ചെർണോസം അല്ലെങ്കിൽ റിഗർ എന്ന് പറയുന്നത്. ഈ മണ്ണിന്റെ രൂപാന്തരം എല്ലാം നടക്കുന്നത് എവിടെയാണ്? ഈ ഒരു ഡെക്കാൻ പീഠഭൂമിയിലാണ്. ഓക്കെ, പിന്നെ എന്താണ്? ഇവിടെയും നമ്മൾ പറയുന്നുണ്ട് ഉപദ്വീപീയ പീഠഭൂമി 3ആയിട്ട് തിരിക്കുന്നുണ്ട്. സൗത്ത് എന്നും ഈസ്റ്റേൺ എന്നും വെസ്റ്റേൺ എന്നും തിരിക്കുന്നുണ്ട്. അങ്ങനെ 3 ഭാഗങ്ങളാക്കുന്നു. പിന്നെ ഇന്ത്യയുടെ 9 പ്രദേശങ്ങളിലായിട്ടാണ് ഉപദ്വീപീയ പീഠഭൂമി എന്ത് ചെയ്യുന്നത്? വ്യാപിച്ചു കിടക്കുന്നത്. ഇന്ത്യയുടെ 9 പ്രദേശങ്ങളിലായിട്ട് ഉപദ്വീപീയ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നുണ്ട്. ഗുജറാത്ത് മുതൽ കിഴക്ക് ഒഡീഷ മുതൽ പിന്നെ എന്താണ് വെസ്റ്റ് ബംഗാൾ വരെ. ഓക്കെ, ഇത്രയുമാണ് നിങ്ങളുടെ 1ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. അതായത് 3 കാര്യങ്ങളെ നമ്മൾ എന്ത് ചെയ്യുക? ഡിസ്ക്രൈബ് ചെയ്ത് കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് എക്സാമിന് ഒന്നുകിൽ ഹിമാലയ അപ്ലാന്റ് എന്ന് മാത്രം ചോദിക്കാം. ഹിമാലയൻ അപ്ലാന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കാം അല്ലെ? ഹിമാലയൻ അപ്ലാന്റ് എന്തായിരിക്കാം? അല്ലെങ്കിൽ എന്താണ് ഉപദ്വീപീയ പീഠഭൂമി എന്താണ്? അല്ല എങ്കിൽ നമ്മുടെ എന്താണ് ഇൻഡോ ഗാൻജറ്റിക് പ്ലെയിൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് എന്ത് ചെയ്യാൻ കഴിയണം? എഴുതാനായിട്ട് സാധിക്കണം. ഇതാണ് 1ാമത്തെ ക്വസ്റ്റ്യൻ. 2ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. ഞാൻ തുടക്കത്തിൽ 4 ക്വസ്റ്റ്യനോളം ഉണ്ടെന്ന് പറഞ്ഞത് ചിലപ്പോൾ ഇത് സെപ്പറേറ്റ് ചോദിക്കുമ്പോൾ 4ആയിട്ടൊക്കെ വരാം. ഇല്ല എങ്കിൽ നമുക്ക് ഒരു എസ് എ ക്വസ്റ്റ്യൻ രീതിയിലാണ് നിങ്ങൾ എക്സാം പോയിന്റ് നോക്കുവാണെങ്കിൽ
ഓരോന്നായിട്ട് നിങ്ങൾ എന്ത് ചെയ്യേണ്ടി വരും? എസ്സേ പോലെ എഴുതേണ്ടി വരും. ഇല്ലെങ്കിൽ സെപ്പറേറ്റ് ഓരോന്നായിട്ടും എഴുതാനായിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പൊ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി. സോഴ്സസ് ശ്രദ്ധിച്ചിരിക്കുക. ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, പ്രാചീന കാലത്ത് നമ്മൾ എന്തിൽ കൂടെയൊക്കെ ഏതൊക്കെ വഴികളിലൂടെ നമ്മൾ അറിയാൻ കഴിയും നമുക്ക് മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ സോഴ്സസ് ഫോർ ദ സ്റ്റഡി ഓഫ് ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററി, ആൻഷ്യന്റ് ഇന്ത്യൻ ഹിസ്റ്ററിയെ അല്ലെങ്കിൽ എന്താണ് പ്രാചീന ചരിത്രത്തെ നമുക്ക് ഏതെല്ലാം വഴിയിൽ നമുക്ക് അറിയാൻ സാധിക്കും, ഏതെല്ലാം വഴിയിൽ നമുക്ക് അറിയാൻ കഴിയും? ഇങ്ങനെ നമുക്കൊരു എന്താണ് ചരിത്രം ഉണ്ട് എന്ന് നമ്മൾ എങ്ങനെയൊക്കെയാണ് അറിയുന്നത്? നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കൂ, എങ്ങനെയൊക്കെയാണ് നമ്മൾ അറിഞ്ഞത്? അതിനുവേണ്ടി നമ്മൾ സമീപിക്കുന്ന 3 മെത്തേഡാണ്. ഏതൊക്കെയാണ്? ലിറ്റററി സോഴ്സസ് അല്ലെ, ആരൊക്കെയോ എഴുതി വച്ചിട്ടുണ്ട് അല്ലെ. കേരളം പരശുരാമൻ മഴുവെറിഞ്ഞുണ്ടാക്കിയതാണ് കേരളം എന്നെല്ലാം നമ്മൾ വിചാരിച്ചു വെച്ചിട്ടുണ്ട്. അതൊക്കെ എങ്ങനെയാ? ആരൊക്കെ എഴുതി വെച്ച ആ സോഴ്സസ് ആണ് അല്ലെ, ലിറ്റററി സോഴ്സസ്. പിന്നെ ആർക്കിയോളജി സോഴ്സസ്, നമുക്കറിയാം കർണാടകയിലും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുമ്പോൾ മൈസൂരൊക്കെ മൈസൂർ പാലസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒരാൾ എന്ത് ചെയ്തതാണ്? ഉണ്ടാക്കി വെച്ചത്. അപ്പോഴാണ് നമ്മൾ ഉണ്ടായിരുന്നോ? മൈസൂരിന്റെ ടിപ്പു സുൽത്താന്റെ കാലഘട്ടത്തിലും ഹൈദരാലിയുടെ കാലഘട്ടത്തിലും നമ്മളില്ലായിരുന്നു. പക്ഷെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്ന് അവരുണ്ടാക്കിയ മോണുമെന്റ്സ് വഴിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അറിയാനായിട്ട് സാധിക്കും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ രണ്ടാമത്തത് ആർക്കിയോളജി സോഴ്സസ്. ഒന്ന് ലിറ്റററി സോഴ്സസ്, നമ്മുടെ കേരളത്തെ കുറിച്ച് അല്ലെങ്കിൽ ഇന്ത്യയെ കുറിച്ച് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്ങനെയാണ്? എഴുതി വെച്ച രേഖകളിലൂടെ. രണ്ടാമത്തത് എന്താണ്? ആർക്കിയോളജി സോഴ്സസ്, ഓരോ വസ്തുവകകൾ ഉണ്ടാക്കി വെച്ചതിലൂടെ. മൂന്നാമത് ഫോറിൻ അക്കൗണ്ട്സ്. ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വിദേശികൾ ഇവിടെ വന്നിട്ടുണ്ട്. ഒരുപാട് വിദേശികൾ നമ്മുടെ ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഹുയാൻസാങ് അല്ലെ, അതുപോലെ തന്നെ നമ്മുടെ എന്താണ് മറ്റ് മെഗസ്തനീസ് അല്ലെ, ക്രിസ്റ്റഫർ കൊളംബസ്, ഇങ്ങനെയുള്ള കുറെ ആൾക്കാർ നമ്മുടെ എവിടേക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? വന്നിട്ടുണ്ട്. അവർ നമ്മൾ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള ഫോറിൻ അക്കൗണ്ട്സ്. അങ്ങനെ ശ്രദ്ധിച്ചിരിക്കുക. അപ്പൊ 3 കാര്യങ്ങളാണ്. ഒന്ന് ലിറ്റററി സോഴ്സസ്, രണ്ടാമത്തേത് എന്താണ്? ആർക്കിയോളജി സോഴ്സസ്, പിന്നെ ഫോറിൻ അക്കൗണ്ട്സ്. ഇങ്ങനെ 3 തരത്തിലൂടെ നമുക്ക് ഇന്ത്യയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അല്ലെങ്കിൽ എന്താണ്? ഇന്ത്യയെന്ന് മാത്രമല്ല ആൻഷ്യന്റ് ഹിസ്റ്ററിയെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഇത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാനായിട്ട് എക്സാമിന് ചോദിക്കും. എങ്ങനെയൊക്കെയാണ്? ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതിൽ തന്നെയാണ് ലിറ്ററി എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട രേഖകളെയാണ് എന്ത് വിളിക്കുന്നത്? ലിറ്റററി സോഴ്സസ് എന്ന് വിളിക്കുന്നത്. എഴുതപ്പെട്ട രേഖകളെയാണ് ലിറ്റററി സോഴ്സസ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഈ എഴുതപ്പെട്ടതിലൊക്കെ ഏതൊക്കെ വരാം? പുരാണങ്ങൾ വരാം, മഹാഭാരതം വരാം, ഭഗവത്ഗീത വരാം. പിന്നെ എന്തൊക്കെയായിരിക്കാം? മറ്റു കാര്യങ്ങൾ, കവിതകള്, അതുപോലെ പാട്ടുകള്, കഥകള്, ഇതെല്ലാം എന്തിൽ വരും? എഴുതപ്പെട്ട രേഖകൾ അല്ലെങ്കിൽ ലിറ്റററി സോഴ്സസിൽ വരും. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ലിറ്റററി സോഴ്സസ് എന്ന് പറയുമ്പോൾ ഏതൊക്കെയായിരിക്കും? പുരാണങ്ങൾ അല്ലെ. പണ്ട് കാലത്ത് ഒരുപാട് കാര്യങ്ങൾ ഉണ്ടായിരുന്നു. പുരാണങ്ങൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം സ്കന്ദ പുരാണം, വായു പുരാണം, മത്സ്യപുരാണം, അങ്ങനെയുള്ള ഋഗ്വേദങ്ങൾ അല്ലെ. ഇങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ആൻഷ്യന്റ് ഹിസ്റ്ററിയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ഇതെല്ലാം എങ്ങനെയാ മനസ്സിലാക്കുന്നത്? നിങ്ങളുടെ ടെക്സ്റ്റിൽ ഒരുപാട് കാര്യങ്ങളായിട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ടെക്സ്റ്റ് നോക്കിയ കുട്ടികൾക്ക് അറിയാൻ പറ്റും അല്ലെ. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. എന്തൊക്കെയാണ് ലിറ്റററി സോഴ്സസ് എന്ന്? എഴുതി വെച്ച രേഖകൾ അല്ലെ. എഴുതപ്പെട്ട രേഖകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ലിറ്റററി സോഴ്സസ് എന്ന് വിളിക്കുന്നത്. പുരാണങ്ങളാവാം അല്ലെ, പുരാണങ്ങളാവാം, ബയോഗ്രാഫിക്സ് അല്ലെ. ബയോഗ്രാഫിക്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആത്മകഥകളാവാം, ജീവചരിത്രങ്ങളാവാം അല്ലെ. ഓട്ടോബയോഗ്രാഫി എന്ന് പറയുമ്പോൾ എന്താണ്? ആത്മകഥകൾ അല്ലെ. അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്തിൽ വരും? നമ്മുടെ ഈ ഒരു ലിറ്റററി സോഴ്സസിൽ വരും. അതായത് എഴുതി വെച്ച കാര്യങ്ങളെല്ലാം എന്തിലാണ് വരുന്നത്? ലിറ്റററി സോഴ്സസ് ആണ്. അപ്പൊ ചിലപ്പോൾ നിങ്ങളോട് ചോദിക്കാം, രണ്ട് കാര്യങ്ങൾ എഴുതാൻ ചോദിക്കാം, അല്ലെങ്കിൽ ഏതൊക്കെ 2 എക്സാമ്പിൾ എഴുതാൻ ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ എങ്ങനെ എഴുതും? പുരാണങ്ങൾ ആൻഡ് ഭഗവത്ഗീത, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഋഗ്വേദങ്ങൾ അല്ലെങ്കിൽ അഥർവേദ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ എഴുതി ഫലിപ്പിക്കുക. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക. ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ എഴുതപ്പെട്ട രേഖകളെയാണ് ലിറ്റററി സോഴ്സസ് എന്ന് വിളിക്കുന്നത്. പിന്നെ ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? നാണയങ്ങൾ അല്ലെ. നാണയങ്ങളെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂമിസ്മാറ്റിക്സ്. കോയിൻസ്, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഈ ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ്. പിന്നെ ലിറ്റററി സോഴ്സസിൽ വരുന്ന ഒന്നാണ് ഉപനിഷത്തുകൾ അല്ലെ. ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ് ഉപനിഷത്ത് എന്ന് പറയുമ്പോൾ എന്താണ്? ഗുരുവിന്റെ കീഴിലിരുന്ന് പഠിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. ലിറ്റററി സോഴ്സ് എക്സാം ചോദിക്കുക. ലിറ്റററി സോഴ്സ് എന്ന് ഹെഡിങ് കൊടുക്കുക, എന്നിട്ട് തൊട്ട് താഴെ എഴുതുക ഉപനിഷത്ത്, പുരാണങ്ങൾ, പിന്നെ എന്താണ് നമ്മുടെ ബയോഗ്രാഫിക്സ് അല്ലെ, പിന്നെ കവിതകൾ, പാട്ടുകൾ, ഇതെല്ലാം ഇങ്ങനെ എന്ത് ചെയ്യുക? എഴുതി വെക്കുക. അപ്പൊ ഉപനിഷത്ത് എന്താണെന്ന് ചിലപ്പോൾ 2 മാർക്കിന് ചോദിച്ചാൽ എങ്ങനെ എഴുതണം? ഗുരുവിന്റെ കീഴിലിരുന്ന് എന്താണ്? അറിവ് നേടുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. ഹിന്ദു മതത്തിലെ ആദ്യ കാലം കാണാൻ നമുക്ക് എന്തിലൂടെ കഴിയും? ഈ ഉപനിഷത്തിലൂടെ കഴിയും. പണ്ട് ഈ സ്കൂളും കാര്യങ്ങളൊന്നുമില്ല. ഗുരുവിന്റെ ഭവനത്തിൽ പോയിട്ട് ഗുരുവോട് ചേർന്നിരുന്ന് എന്ത് ചെയ്യും? കാര്യങ്ങൾ നേടിയെടുക്കുക, അല്ലെങ്കിൽ അറിവ് നേടിയെടുക്കും
അല്ലെ. ഗുരുവിന്റെ വീട്ടിൽ തന്നെ നിന്ന് കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന്റെ കൂടെ വിദ്യാഭ്യാസം കൂടെ ആർജിച്ചെടുക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്നു, ഗുരുകുല സമ്പ്രദായം. അതിന്റെ പോലെ തന്നെയാണ് ഈ ഉപനിഷത്ത് കൂടെ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ അതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. അപ്പം എന്താണ് ഉപനിഷത്ത് എന്ന്? വേദങ്ങൾ അല്ലെങ്കിൽ ഗുരുവിന്റെ കീഴിലിരുന്ന് പഠിക്കുന്നതിനെയാണ് ആദ്യകാലം മുതലുള്ള കാര്യങ്ങൾ പഠിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഉപനിഷത്ത് എന്ന് വിളിക്കുന്നത്. സൂത്ര എന്ന് പറയുന്നത് എന്താണ്? ഒന്നോ രണ്ടോ വരികളിൽ എന്ത് ചെയ്യും? എഴുതി ഫലിപ്പിക്കുന്ന കാര്യത്തെയാണ് എന്ത് വിളിക്കുന്നത്? സൂത്ര. അതായത് ഒരു വലിയ കണ്ടന്റ് ആയിരിക്കും, അതിനെ എന്ത് ചെയ്യും? ഒന്നോ രണ്ടോ വരികളിൽ രേഖപ്പെടുത്തുന്നതിനെയാണ് സൂത്ര എന്ന് വിളിക്കുന്നത്. പക്ഷെ അത് അർത്ഥവത്തായിരിക്കും. അപ്പൊ നമുക്ക് അങ്ങനെ പറയുവാണെങ്കിൽ എക്സാമ്പിളിന് എന്താണ്? അതിഥി ദേവോ ഭവ, അല്ലെ? അതിൽ ഒരുപാടുണ്ട്. അതിഥി ദേവോ ഭവോ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? അതൊരു സൂത്ര രീതിയിലാണ്, സൂത്ര എന്ന് പറയുന്ന രീതിയിലാണ്. കാരണം അതെന്താണ്? അതിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുണ്ട്? അതിഥിയെ വരുമ്പോൾ നമ്മളത് അവരെ നല്ല രീതിയിൽ എന്ത് ചെയ്യണം? സൽക്കരിച്ച് നമ്മൾ വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക, അല്ലെ? അത്രയാണ്. പക്ഷെ അത് ഒരുപാടുള്ള കാര്യത്തെ ഒരു സിമ്പിൾ ആയിട്ട് എഴുതി വെക്കുന്നു. അതിനെയാണ് എന്ത് വിളിക്കുന്നത്? സൂത്ര എന്ന് വിളിക്കുന്നത്. അതായത് ഒന്നോ രണ്ടോ കാര്യത്തെ എങ്ങനെയാണ്? ഒന്നോ രണ്ടോ വരികളിൽ, അല്ലെ? ഒരു കാര്യത്തെ ഒന്നോ രണ്ടോ വരികളിൽ പ്രതിഫലിപ്പിക്കുന്നത്. പക്ഷെ അത് വളരെ അർത്ഥവത്തായ കാര്യത്തെയാണ് എന്ത് വിളിക്കുന്നത്? സൂത്ര. അപ്പൊ ഉപനിഷത്ത് എന്ന് മനസ്സിലായോ? സൂത്ര മനസ്സിലായി. ഈ സൂത്ര ഉപനിഷത്തൊക്കെ ഏതിൽ വരുന്നതാണ്? ഏത് സോഴ്സസ് ആണ്? ലിറ്റററി സോഴ്സസ്. ഓക്കെ. അടുത്തത് എന്താണ്? കൗടില്യന്റെ അർത്ഥശാസ്ത്രം, അല്ലെ? കൗടില്യനെ നമുക്ക് എന്തായിട്ട് തിരിക്കാം? വേറൊരു പേരുകൊണ്ട് ഉണ്ട് അദ്ദേഹത്തിന്, അറിയായിരിക്കും, അല്ലെ? കൗടില്യന്റെ വേറൊരു പേരാണ് ചാണക്യൻ, അല്ലെ? ചാണക്യനാണ്. ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേശകനായിരുന്ന വ്യക്തിയാണ് കൗടില്യന്റെ വേറൊരു പേര് ചാണക്യൻ. ശ്രദ്ധിച്ചിരിക്കുക. ചിലപ്പോ അറിവിലെത്തിക്കാണ്, എക്സാമിന് എഴുതാൻ പറ്റുന്നുള്ള സ്ഥലത്ത് എഴുതുക, ഇല്ലാത്തപ്പോ എന്ത് ചെയ്യുക? ഒന്ന് അറിവിലെത്തിക്കാണ്. അപ്പൊ എന്താണ്? കൗടില്യന്റെ മറ്റൊരു പേര് ചാണക്യനാണ്. അദ്ദേഹത്തിന്റെ അർത്ഥശാസ്ത്രം, അല്ലെ? കൗടില്യന്റെ അർത്ഥശാസ്ത്രം വളരെ പ്രശസ്തമായ ഒന്നാണ്, അല്ലെ? കൗടില്യന്റെ അർത്ഥശാസ്ത്രം. അദ്ദേഹം എവിടെയായിരുന്നു? ചന്ദ്രഗുപ്ത മൗര്യന്റെ ഉപദേശകനായിരുന്നു. ചന്ദ്രഗുപ്ത മൗര്യന്റെ കൊട്ടാരത്തിലെ വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ചാണക്യൻ എന്ന് പറയുന്നത്. പിന്നെ പുരാണങ്ങളിൽ ഏതൊക്കെയാണ്? തുടക്കത്തിൽ ഞാൻ പറഞ്ഞു, വായുപുരാണം, മത്സ്യപുരാണം, സ്കന്ദപുരാണം, ഇതൊക്കെ എന്തിൽ വരും? പുരാണങ്ങളിൽ വരുന്നതാണ്. ഓക്കെ. പിന്നെ ഋഗ്വേദം, അഥർവേദം, യജുർവേദം, സാമവേദം, അല്ലെ? ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മുടെ ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ ധാരാളം ഉണ്ടല്ലേ. ഇതൊക്കെയാണ് സൂത്രമുണ്ട്, ഉപനിഷത്തുണ്ട്, പിന്നെ എന്താണ്? പുരാണങ്ങളുണ്ട്, പിന്നെ കവിതകളുണ്ട്, ബയോഗ്രാഫീസ് ഉണ്ട്, ഓട്ടോബയോഗ്രാഫീസ് ഉണ്ട്, ഇതെല്ലാം ന്യൂമിസ്മാറ്റിക്സ് ഉണ്ട്. ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ്. ഇനി മഹാഭാരതവും രാമായണം അറിയാമല്ലോ. മഹാഭാരതവും രാമായണം പണ്ട് കാലത്ത് നടന്ന യുദ്ധങ്ങളും രാജാവ് എന്താണ് പിടിച്ചടക്കിയ കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്, മഹാഭാരതത്തിലുണ്ട്. മഹാഭാരതം എന്ന് പറയുന്നത് ഒരു മതത്തിന്റെ കാര്യമല്ല. ശ്രദ്ധിച്ചിരിക്കും. നമ്മൾ പെട്ടെന്ന് ചിന്തിക്കും മഹാഭാരതം ഹിന്ദു മതത്തിന്റെ ഒരു ഗ്രന്ഥമാണ് എന്ന് നമ്മൾ വിചാരിക്കും. അല്ല, മഹാഭാരതം എന്ന് പറഞ്ഞാൽ ഒരു മതത്തിന്റെ സംഹിതയാണ് നമുക്ക് പറയാം. കാരണം എല്ലാ കാര്യങ്ങളും, പണ്ട് നടന്ന മിക്ക കാര്യങ്ങളും എവിടെയുണ്ട്? മഹാഭാരതത്തിലും ഭഗവത്ഗീതയിലൊക്കെ ഉണ്ട്. മനസ്സിലാവുന്നുണ്ടോ? മഹാഭാരതം എന്ന് പറയുമ്പോൾ ഒരു മതത്തിന്റെ ഒരു ഫീച്ചറായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല. കാരണം സംഘകാലം മുതൽ ദക്ഷിണേന്ത്യൻ പ്രദേശത്ത് വരെ നിലനിന്നിരുന്ന എല്ലാ കാര്യങ്ങളും എവിടെയുണ്ട്? നമ്മുടെ മഹാഭാരതത്തിലുണ്ട്. മനസ്സിലാവും. അതുകൊണ്ട് ഒരു മഹാഭാരതം ഒരു മതത്തിന്റെ മാത്രം സംഹിതയാണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അത് ഒന്നാണ് മഹാഭാരതവും ഭഗവത്ഗീത. പിന്നെ എന്താണ്? സംഘകാലം. നമുക്കറിയാം സംഘചരിത്രം, തൊൽക്കാപ്യം, മണിമേഖല, ചിലപ്പതികാരം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. ഇതെല്ലാം ഏതിലുള്ളതാണ്? സംഘകൃതികളിലുള്ളതാണ്. ഇതും എന്താണ്? ലിറ്റററി സോഴ്സസ്. സംഘകൃതികളിൽ വരുന്ന ഏതൊക്കെയാണ്? തൊൽക്കാപ്യം, മണിമേഖല, ചിലപ്പതികാരം എക്സെട്ര കുറെ ഉണ്ട്, അല്ലെ? ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മുടെ ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ്. ഈ സംഘകാലം എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന ആൾക്കാരുടെ ജീവചരിത്രങ്ങൾ, തമിഴ് കലർന്ന ലൈഫ് സ്റ്റൈൽ ഉള്ളവരാണ്, അല്ലെ? അപ്പൊ തമിഴ്നാടിന്റെ സുവർണകാലം എന്നറിയപ്പെടുന്നത് ഏതാണ്? സംഘകാലമാണ്. തമിഴ്നാടിന്റെ സുവർണകാലം എന്ന് അറിയപ്പെടുന്നത് ഈ സംഘകാലത്തെയാണ് പറയപ്പെടുന്നത്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന മറ്റ് ആൾക്കാരുടെ, അവിടെ ഉണ്ടായിരുന്ന ആൾക്കാരുടെ ഒക്കെ പ്രദേശത്ത് അവരുടെ ലൈഫ് സ്റ്റൈല്, അവരുടെ ജീവിത രീതി, അവരുടെ ഭരണരീതി, ഇതെല്ലാം കൂടെ എഴുതി വെച്ചതിനെയാണ് എന്ത് വിളിക്കുന്നത്? സംഘകൃതികൾ അല്ലെങ്കിൽ സംഘകാലം എന്ന് വിളിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൊൽക്കാപ്യം, ചിലപ്പതികാരം, മണിമേഖല, പതിറ്റുപ്പത്ത്, അല്ലെ? ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട്, അല്ലെ? അപ്പൊ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മുടെ സംഘകാല കൃതികളിൽ വരുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, സംഘകാലത്തെ നമുക്ക് എന്തൊക്കെയായിട്ട് തിരിക്കാം? രണ്ടായിട്ട് തിരിക്കാം. പ്രണയകാലം എന്നും യുദ്ധകാലം എന്നും, അല്ലെ? വാസ് ഓഫ് ലവ് എന്നും വാസ് ഓഫ് വാർ എന്നും നമുക്ക് എന്ത് ചെയ്യാം? തിരിക്കാം. പ്രണയകാലം എന്നും അതുപോലെ തന്നെ യുദ്ധകാലം എന്നും തിരിക്കാം. അതായത് പ്രണയത്തെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒരുപാട് എഴുതിയിട്ടുണ്ട്, അല്ലെ? നമുക്കറിയാം ചിലമ്പിന്റെ ഒരു കഥ, ഇതുണ്ടല്ലോ, കണ്ണകിയുടെ കാര്യങ്ങളൊക്കെ അപ്പൊ അതുപോലെയുള്ളത് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. പിന്നെ യുദ്ധങ്ങൾ, രാജ്യങ്ങൾ പിടിച്ചടക്കിയ യുദ്ധത്തെ കുറിച്ചൊക്കെ എഴുതി. അതുകൊണ്ട് സംഘകാലത്ത് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രണയകാലം എന്നും
യുദ്ധകാലത്തെ കുറിച്ചും എഴുതിയിട്ടുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇത് ഇത്രയാണ് അവിടെ വരുന്ന കാര്യങ്ങൾ. പിന്നെ അപ്പൊ ഒന്നുകൂടെ ഒന്ന് പറയണോ? ഡൗട്ട് ഉണ്ടോ? ഡൗട്ട് ഇല്ല എന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നോക്കിക്കേ, സംഘകാലം എന്ന് പറയുമ്പോൾ എന്താണ്? ദക്ഷിണേന്ത്യയിൽ നിലനിന്നിരുന്ന എന്താണ് ആൾക്കാരുടെ ജീവചരിത്രത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? സംഘകാലം എന്ന് വിളിക്കുന്നത്. സംഘകാലത്തിലെ എക്സാമ്പിൾ ഏതൊക്കെയാണ്? തൊൽക്കാപ്പിയം, അതുപോലെ തന്നെ എന്താണ് നമ്മുടെ പതിറ്റുപത്ത്, മണിമേഖല, ചിലപ്പതികാരം, ഇതെല്ലാം ഏതിൽ വരും? സംഘകാലത്തിൽ വരുന്നതാണ്. ഇനി നമുക്കൊരു ലിറ്റററി സോഴ്സസ് കൂടെ ഉണ്ട്. ഏതൊക്കെയാണ്? ഇനിയുണ്ട്. ഏതാണ്? നമ്മുടെ ബുദ്ധമതവും ജൈനമതവും അറിയായിരിക്കും അല്ലെ? ഗൗതമ ബുദ്ധനാണ് എന്ത് കൊണ്ടുവന്നത്? ബുദ്ധമതം, അതുപോലെ വർദ്ധമാന മഹാവീരം കൊണ്ടുവന്ന ജൈനമതം. ഇതിലും കുറെ കാര്യങ്ങളുണ്ട്. എന്തൊക്കെയാണ്? ബുദ്ധമതത്തിൽ ഏതൊക്കെയാണ്? ബുദ്ധമതത്തിന്റെ ലിറ്റററി സോഴ്സ് എന്ന് നമുക്ക് പറയാൻ ത്രിപിടക അല്ലെ? അർത്ഥപിടക അല്ലെങ്കിൽ വിനയപിടക, സൂതപിടക, അഭിധമ പിടക, അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അപ്പൊ ബുദ്ധമതത്തിലുള്ള ഏത്? ത്രിപിടകയാണ് അല്ലെ? ബുദ്ധമതത്തെ കുറിച്ചുള്ള മനസ്സിലാക്കുന്നത് ഏത് ലിറ്റററി സോഴ്സിൽ നിന്നാണ്? ത്രിപിടക. ത്രിപിടക എന്ന് പറഞ്ഞാൽ മൂന്നാണ് അല്ലെ? അപ്പം ത്രിപിടക എത്ര എടുത്തിരിക്കുന്നുണ്ട്? മൂന്നായിട്ട്. ഏതൊക്കെയാണ്? സൂക്തപീഠക, വിനയപീഠക, അഭിധമ പീഠക. ഈ വിനയപീഠക എന്താണ്? വിനയപീഠക എന്ന് പറഞ്ഞാൽ ബുദ്ധന്റെ അനുയായികൾ പാലിക്കേണ്ട കാര്യങ്ങളെയാണ് വിനയപീഠക എന്ന് അതില് പ്രതിപാദിക്കുന്നത്. അപ്പൊ വിനയപീഠക എന്ന് പറയുമ്പോൾ ബുദ്ധന്റെ അനുയായികൾ അല്ലെ? ബുദ്ധന്റെ ഫോളോവേഴ്സ് അല്ലെ? ഫോളോവേഴ്സ് എങ്ങനെ പിന്തുടരേണ്ട കാര്യങ്ങളെ കുറിച്ചിട്ടാണ് നമുക്ക് വിനയപീഠകത്തിൽ പറയുന്നത്. അപ്പൊ സൂക്തപീഠകയോ ടീച്ചിങ് ഓഫ് ബുദ്ധന്റെ പഠിപ്പിക്കലുകളാണ് ഏതിൽ വരുന്നത്? സൂക്തപീഠകയിൽ വരുന്നത്. അപ്പൊ സൂക്തപീഠകയിൽ ബുദ്ധന്റെ പഠിപ്പിക്കലുകളാണ് ഏതിൽ വരുന്നത്? സൂക്തപീഠകയിൽ വരുന്നത്. അപ്പൊ അഭിധമ പീഠകയിലോ ഫിലോസഫിക്കൽ കാര്യങ്ങൾ അല്ലെങ്കിൽ തത്വപരമായ കാര്യങ്ങൾ ഏതിൽ വരും? അഭിധമ പീഠകയിൽ വരും. അപ്പൊ മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ നമ്മൾ എന്തെല്ലാം ലിറ്റററി സോഴ്സ് ഒരുപാട് കാര്യങ്ങൾ ചർച്ച ചെയ്താൽ ഏതൊക്കെയാണ്? പുരാണങ്ങൾ വരാം, പിന്നെ സൂത്രാസ് വരാം, മഹാഭാരതം വരാം. ഇതിനകത്തുള്ള സബ് കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അല്ലെ? മഹാഭാരതങ്ങൾ വരാം, പിന്നെ എന്താണ്? നമ്മുടെ സംഘകാലങ്ങൾ വരാം. പിന്നെ ഇപ്പൊ എവിടെ വരെ എത്തി നിർത്തി? നമ്മുടെ ബുദ്ധന്റെ കാര്യത്തിലും വരും, പിന്നെ അതുപോലെ ജൈനന്റെ കാര്യത്തിലും വരും. അപ്പൊ ജൈനമതവും ബുദ്ധമതവും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഏതിൽ വരുന്നതാണ്? ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ്. അപ്പൊ ബുദ്ധമതത്തിന്റെ നമ്മുടെ ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ ഏതായിരിക്കാം? ത്രിപീഠക. ത്രിപീഠക എത്ര എടുത്തിരിക്കുന്നുണ്ട്? മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. അഭിധമ പീഠക, വിനയപീഠക, സൂക്തപീഠക, അങ്ങനെ മൂന്നായിട്ട് തിരിക്കുന്നുണ്ട്. വിനയപീഠക എന്ന് പറയുമ്പോൾ എന്താണ്? ബുദ്ധന്റെ അനുയായികൾ പാലിക്കേണ്ട കാര്യത്തെയാണ് എന്തെന്ന് വിളിക്കുന്നത്? നമ്മുടെ വിനയപീഠക എന്ന് പറയുന്നത്. സൂക്തപീഠക എന്ന് പറയുമ്പോൾ ടീച്ചിങ് ഓഫ് ബുദ്ധന്റെ പഠിപ്പിക്കലുകളാണ്. അഭിധമ പീഠക എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബുദ്ധന്റെ എന്താണ്? ഫിലോസഫിക്കൽ കാര്യങ്ങൾ, തത്വപരമായ കാര്യങ്ങളെയാണ് എന്തിൽ പറയുന്നത്? അഭിധമ പീഠകയിൽ പറയുന്നത്. ഇനി അതുപോലെ തന്നെ ഏത് മതത്തിലുണ്ട്? ഇപ്പൊ ബുദ്ധന്റെ കാര്യത്തിൽ എത്തിയതുള്ളൂ. ഇനി ജൈന മതത്തിലുണ്ട്. ജൈന മതത്തിലുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ അതിന്റെ ഫീച്ചേഴ്സിനെ എന്താ പറയുന്നത്? അംഗങ്ങൾ എന്നാണ് പറയുന്നത് അല്ലെ? എന്തെന്നാ പറയുന്നത്? അംഗങ്ങൾ. എത്ര അംഗങ്ങൾ ഉണ്ടായിരുന്നു? 12 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത് അല്ലെ? ജൈനമതത്തിന്റെ ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അംഗങ്ങളാണ്. എത്രയാണുള്ളത്? 12 അംഗങ്ങളാണ് ഉള്ളത്. എത്ര അംഗങ്ങളുണ്ട്? 12 അംഗങ്ങളാണ് ഉള്ളത്. അപ്പൊ ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? ഈ ഒരു നമ്മുടെ ലിറ്റററി സോഴ്സസിൽ വരുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇവിടെ നോക്കിക്ക്, ഇനി അടുത്തും കുറെ കാര്യങ്ങളുണ്ട്. ലിറ്റററി സോഴ്സ് എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് നിറച്ച് അതിനെ കുറിച്ചിട്ടാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എന്താ പറയുന്നത്? ബയോഗ്രാഫിക്സും പോയട്രി അല്ലെ? വ്യക്തികളുടെ എന്താണ്? രചനയെ ബയോഗ്രാഫി എന്ന് പറയാം അല്ലെ? ഒരു വ്യക്തി എഴുതുന്നതിനെയാണ് എന്ന് വിളിക്കുന്നത് ബയോഗ്രാഫി എന്നും, പിന്നെ മറ്റൊരാളുടെ സ്വയം എഴുതുന്നതിനെ എന്ത് പറയുന്നു? ഓട്ടോബയോഗ്രാഫി. ഇതെല്ലാം ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്ത് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബുദ്ധചരിതം എഴുതിയത് ആരാണ്? ബുദ്ധചരിതം അശ്വഘോഷ്. ആരാണ് എഴുതിയത്? അശ്വഘോഷ്. ബുദ്ധചരിതം എഴുതിയത് അശ്വഘോഷ്. ചിലപ്പോൾ ഇതൊക്കെ 1 മാർക്കിന് ചോദിക്കാം. ഭാഷ എന്ന് പറയുന്ന ഒരാൾ എഴുതിയതാണ് വർക്കാണ് പഞ്ചരത്ന. പിന്നെ ദൂതകാവ്യ. പഞ്ചരത്ന അതുപോലെ തന്നെ ദൂതകാവ്യ എഴുതിയത് ആരാണ്? ഭാഷ. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻ നോൺ വേൾഡിന് വേണ്ട കാര്യങ്ങളാണ്. പിന്നെ ഈ ഭാഷ എന്ന് പറയുന്ന വ്യക്തിയാണ് ഇന്ത്യൻ നാടകത്തിന്റെ കുലപതി എന്ന് പറയുന്നത്. ഇന്ത്യൻ നാടകത്തിന്റെ കുലപതി എന്ന് പറയുന്നത് ആരെയാണ്? ഭാഷയാണ്. പിന്നെ കാളിദാസൻ നമുക്ക് എല്ലാവർക്കും അറിയാം. അഭിജ്ഞാന ശകുന്തളം, അതുപോലെ മാളവിക അഗ്നിമിത്രം, അതുപോലെ തന്നെ വിക്രമോർവശിയം അല്ലെ? കാളിദാസന്റെ. ഈ കാളിദാസൻ എഴുതിയ മിക്കതിലും എന്താണ്? നമ്മുടെ ഈ മാളവിക അഗ്നിമിത്രം എന്ന് പറയുന്നത് പോലെ വിക്രം ഉർവശി എന്ന് പറയുന്നത് പോലെ ഇവരെല്ലാം രണ്ടുപേരും നമ്മൾ പ്രണയ കാര്യത്തെ കുറിച്ചിട്ടാണ് കൂടുതലായിട്ട് ഇദ്ദേഹത്തിന്റെ വർക്കിൽ കൂടുതലായിട്ട് കാണാൻ കഴിയുന്നത്. അപ്പൊ പ്രണയത്തിനും യുദ്ധത്തിനും ഒക്കെ പ്രാധാന്യം കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ? അപ്പൊ ഇവിടെ എങ്ങനെയാണ്? എന്താണ്? ഇവിടെ കാളിദാസന്റെ അഭിജ്ഞാന ശാകുന്തളം, അതുപോലെ മാളവിക അഗ്നിമിത്രം, അതുപോലെ തന്നെ വിക്രമ ഉർവശിയം. ഇനി ചാണക്യന്റെ ഏതാണ്? ദേവി ചന്ദ്രഗുപ്തൻ എന്ന കൃതി എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. അപ്പൊ ചാണക്യൻ എഴുതിയതാണ് ദേവി ചന്ദ്രഗുപ്തൻ. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ ഇവിടെ നോക്കിക്കേ,
പറഞ്ഞാലും തീരാത്ത അത്രയും ലിറ്റററി സോഴ്സസ് നമുക്കുണ്ട് അല്ലെ. ഇതെല്ലാം ഏത് ഹെഡിങ്ങിനകത്ത് നിങ്ങൾ എഴുതാനുള്ളതാണ്? ലിറ്റററി സോഴ്സസിൽ വരുന്നതാണ്. അപ്പൊ ശ്രദ്ധിച്ചിരിക്കാം, ബയോഗ്രാഫീസ് വരും, ഓട്ടോബയോഗ്രാഫീസ് വരും. ബുദ്ധചരിതം എഴുതിയത് ആരാണ്? അശ്വഘോഷ്. ബുദ്ധചരിതം എഴുതിയത് അശ്വഘോഷ്. ഭാഷ ആരായിരുന്നു? ഇന്ത്യൻ നാടകത്തിന്റെ ശില്പി അല്ലെ. ഇന്ത്യൻ നാടകത്തിന്റെ ശില്പി അല്ലെങ്കിൽ കുലപതി എന്ന് പറയുമ്പോൾ ഭാഷയാണ്. പിന്നെ പഞ്ചരത്ര, ദൂതകാവ്യ, ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ വർക്കുകൾ എന്ന് പറയുന്നത്. കാളിദാസന്റെ ഏതൊക്കെയാണ്? അഭിജ്ഞാന ശാകുന്തളം, മാളവിക അഗ്നിമിത്രം, അതുപോലെ വിക്രമോർവശിയം. ചാണക്യന്റെ വർക്ക് എന്ന് പറയുന്നത് ദേവി ചന്ദ്രഗുപ്തൻ എന്ന കൃതിയാണ്. അപ്പൊ ഇത്രയും വരുമ്പോ നമ്മുടെ ലിറ്റററി സോഴ്സസ് കംപ്ലീറ്റഡ് ആവുകയാണ്. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ ലിറ്റററി സോഴ്സ് ഒരു ഹെഡിങ്ങിൽ നിന്നാണ് നമ്മൾ ഇതുവരെ എത്തിയത്. അതിനകത്ത് പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് എണ്ണിയ തീരുവോ? ഇല്ല അല്ലേ. ഏതൊക്കെയാണ്? ആർക്കിയോളജിക്കൽ സോഴ്സസിന് മുന്നേ നമ്മൾ പഠിച്ച ലിറ്റററി സോഴ്സസിൽ എന്തൊക്കെയാണ് ഉള്ളത്? പുരാണങ്ങളെ കുറിച്ച് പറഞ്ഞു, ബയോഗ്രാഫീസിനെ കുറിച്ച് പറഞ്ഞു, പിന്നെ എന്താണ്, മഹാഭാരതം പറഞ്ഞു, രാമായണം പറഞ്ഞു, കവിതകൾ പറഞ്ഞു, പിന്നെ ലാസ്റ്റ് നമ്മൾ ബുദ്ധന്റെ കാര്യങ്ങൾ, ത്രിപിടക, വിനയപിടക, സൂത്തപിടക, ഇതെല്ലാം ലിറ്റററി സോഴ്സസ് ആണ്. ജൈനന്റെ 12 അംഗങ്ങളെ കുറിച്ച് പറഞ്ഞു. പിന്നെ ഭാഷ, അതുപോലെ തന്നെ അശ്വഘോഷിന്റെ ബുദ്ധചരിതം, ഇതെല്ലാം എന്താണ്? ലിറ്റററി സോഴ്സസ് ആണ്. ഇവരെല്ലാം നമ്മുടെ ഇന്ത്യൻ അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ കുറിച്ച്, മറ്റു കഴിഞ്ഞു പോയ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടി നമുക്ക് ഒരുപാട് സഹായിക്കുന്ന സോഴ്സസ് ആണ് ഈ എന്ത് പറയുന്നത്? ലിറ്റററി സോഴ്സസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ആർക്കിയോളജിയിലോട്ട് പോവാം. ആർക്കിയോളജി എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? കോയിൻസ് അല്ലെ. കോയിൻസ് ഒക്കെ നമുക്ക് എന്തിൽ വരാം? ആർക്കിയോളജിക്കൽ വരാം അല്ലെ. ന്യൂമിസ്മാറ്റിക്സ് എന്ന് പറയുന്നത് എന്താണ്? നാണയത്തെ കുറിച്ചുള്ള പഠനത്തെയാണ് എന്ത് വിളിക്കുന്നത്? ന്യൂമിസ്മാറ്റിക്സ് എന്ന് വിളിക്കുന്നത്. അപ്പോ ഇനി ഇവിടെ പറയാം ഇൻസ്ക്രിപ്ഷൻസ്. നമുക്കറിയാം കൊത്തുപണികൾ എന്ന് പറയും. ഏതെങ്കിലുമൊക്കെ ക്ഷേത്രങ്ങളിലോ അല്ലെങ്കിൽ എന്താണ് നമുക്കറിയാം മറ്റു സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോൾ ഇങ്ങനെ ശിലകളിൽ ഇങ്ങനെ എഴുതി വച്ചേക്കും ഓരോ കാര്യങ്ങൾ. നമുക്ക് ചിലപ്പോൾ വായിക്കാൻ പോലും ചിലതൊന്നും നമുക്ക് വായിച്ചെടുക്കാനായിട്ട് കഴിയില്ല, ചിലത് നമുക്ക് വായിക്കാനായിട്ട് കഴിയും. AD എന്നും BC എന്നും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ചില കാര്യങ്ങൾ നമുക്ക് ഇതുവരെയും വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അതല്ല ഈ ഇൻസ്ക്രിപ്ഷൻസ്, ഇതല്ല എന്തിൽ വരുന്നതാണ്? നമ്മുടെ ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്നതാണ്. അപ്പൊ ആർക്കിയോളജിക്കൽ സോഴ്സസിൽ ഏതൊക്കെയാണ് വരുന്നത്? ഇൻസ്ക്രിപ്ഷൻസ്, കോയിൻസ്, ഇതെല്ലാം ഏതിൽ വരും? നമ്മുടെ ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരും. അത് നമുക്ക് എങ്ങനെയാണ് തൊട്ട് മനസ്സിലാക്കുന്നതാണ് അല്ലെ. ലിറ്റററി എന്ന് പറയുമ്പോൾ എഴുതി വെച്ചിരിക്കുന്നതാണ്. ഇത് എങ്ങനെയാണ് നമുക്ക് നോക്കാൻ പറ്റും, കാണാൻ കഴിയും. അത് ഇവിടെ പറയുന്നുണ്ട്. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻസ് കാൾഡ് എപ്പിഗ്രാഫി. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ, ഇൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള പഠനത്തെ എന്ത് വിളിക്കുന്നു? എപ്പിഗ്രാഫി എന്ന് വിളിക്കുന്നു. ഇൻസ്ക്രിപ്ഷനെ കുറിച്ചുള്ള പഠനത്തെ എപ്പിഗ്രാഫി എന്ന് പറയുന്നു. ഈ എപ്പിഗ്രാഫി എന്ന് പറയുമ്പോൾ അറിയാം നിങ്ങൾക്ക് എന്താണ്? ശിലാലിഖിതങ്ങളിൽ എഴുതി വെക്കുന്ന കാര്യങ്ങളാണ് അല്ലെ. ആദ്യമായിട്ട് നമ്മൾ വായിച്ചെടുത്തത് ആരുടെ ഇൻസ്ക്രിപ്ഷൻ ആണ്? അശോകന്റെ ഇൻസ്ക്രിപ്ഷൻ ആണ് നമ്മൾ ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയത്. ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ അശോകൻ എഴുതി വെച്ച ലിഖിതത്തെയാണ് നമ്മൾ ആദ്യമായിട്ട് വായിച്ച് മനസ്സിലാക്കിയത്. ഇത് ആദ്യമായിട്ട് വായിച്ചത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പ്. അശോകന്റെ ലിഖിതം വായിച്ചത്, അശോകൻ എഴുതി വെച്ച കാര്യങ്ങൾ, അറിയാം അശോകൻ ഒരുപാട് കാര്യങ്ങൾ ശിലകളിൽ കൊത്തി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് വായിച്ചത് ജെയിംസ് പ്രിൻസപ്പ് എന്ന് പറയുന്ന വ്യക്തിയായിരുന്നു. ജെയിംസ് പ്രിൻസപ്പ് ആണ് എന്ത് ചെയ്തത്? ഈ ശിലാലിഖിതങ്ങൾ വായിച്ചത്. അപ്പോ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഈസ് കാൾഡ് എപ്പിഗ്രാഫി. സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഈസ് കാൾഡ് എപ്പിഗ്രാഫി. ചിലപ്പോൾ ഒരു മാർക്കിന് ചോദിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ ഇൻസ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? സ്റ്റഡി ഓഫ് എന്താണ്? ഇൻസ്ക്രിപ്ഷൻ ഈസ് കാൾഡ് എപ്പിഗ്രാഫി. ആദ്യമായിട്ട് വായിച്ച നമ്മുടെ ആരുടെ ലിഖിതമാണ്? അശോകന്റെ ലിഖിതമാണ്. അത് വായിച്ചെടുത്തത് ജെയിംസ് പ്രിൻസപ്പ് ആണ്. ആരാണ് വായിച്ചെടുത്തത്? ജെയിംസ് പ്രിൻസപ്പ് ആണ്. ഓക്കെ, ഇതാണ് ആർക്കിയോളജിയിൽ വരുന്നത്. അപ്പൊ ഇനി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാനുള്ളത് ഏതിലാണ്? നമ്മുടെ ലിറ്റററി സോഴ്സസിലാണ് കൂടുതലും പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞിട്ട് നമ്മുടെ പറഞ്ഞത് എന്താണ്? ആർക്കിയോളജിയിൽ. ആർക്കിയോളജിയിൽ പറയുന്നത് ശിലാലിഖിതങ്ങൾ അല്ലെ, നാണയങ്ങൾ, ഇതെല്ലാം ഏതിൽ വരുന്നതാണ്? നമ്മുടെ ആർക്കിയോളജിക്കൽ സോഴ്സസിൽ വരുന്ന കാര്യങ്ങളാണ്. ഇപ്പൊ ചിലപ്പോൾ ഇന്നും നമുക്ക് ഒരുപാട് ലിഖിതങ്ങൾ എവിടെയൊക്കെയോ ഉണ്ട്. ഹാരപ്പൻ സിവിലൈസേഷനിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമുക്ക് ഇന്നും അത് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല? വായിച്ച് അതിന് വീണ്ടും ആൾക്കാർ അത് വായിക്കാനുള്ള പരിശ്രമത്തിലാണ്. കാര്യങ്ങൾ നമുക്ക് എങ്കിലല്ലേ അറിയാൻ പറ്റും ഇങ്ങനെയുള്ള ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്ന്, അവർ ഇന്ന കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കുന്നത് ഈ ലിഖിതങ്ങളിലൂടെയാണ്. മനസ്സിലാവും. നമുക്ക് ഒരുപാട് സിവിലൈസേഷൻ ഉണ്ടായിരുന്നു. മെസപ്പൊട്ടോമി, ഈജിപ്ഷ്യൻ, ചൈനീസ്, ഒരുപാട് സിവിലൈസേഷന്റെ കൂടെയാണ് നമ്മുടെ ഇന്ന് കടന്നു പോയിട്ടുള്ളത്. അപ്പൊ അവിടുത്തെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് എങ്ങനെയാണ്? നമ്മുടെ ഈ ഒരു കൊത്തുപണികളിലൂടെ അല്ലെങ്കിൽ അവർ ചെയ്തു വെച്ച കാര്യങ്ങളിലൂടെയാണ് ഇങ്ങനെ ഒരു സിവിലൈസേഷൻ ഉണ്ടായിരുന്നു എന്നൊക്കെ നമ്മൾ മനസ്സിലാക്കാനായിട്ട് നമുക്ക് കഴിയുന്നത്. അപ്പൊ അത് ഭൂരിഭാഗവും വായിച്ച് നമുക്ക് കഴിഞ്ഞിട്ടുണ്ടോ? ഇല്ല, അതിന് നമുക്ക് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇനിയും വായിച്ചെടുക്കാനൊക്കെ ഇനിയുണ്ട്. അപ്പോൾ ഭൂരിഭാഗവും നമുക്ക് വായിച്ചു കഴിഞ്ഞിട്ടില്ല, ചിലതൊക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ വായിച്ചെടുത്തതാണ് എന്ത്? അശോകന്റെ ലിഖിതം എന്ന് പറയുന്നത്. വായിച്ചത് ആരാണ്? ജെയിംസ് പ്രിൻസപ്പ് ആണ്
അത് വായിച്ച് എടുത്തത്. അപ്പൊ ഇൻസ്ക്രിപ്ഷനോടെയാണ് നമ്മൾ അവിടെ ആർക്കിയോളജിക്കൽ സോഴ്സസ് അവിടെ കംപ്ലീറ്റ് ചെയ്യാണ്. ഇനിയുള്ളത് ഫോറിൻ അക്കൗണ്ട്സ്. എന്താണ് ഫോറിൻ അക്കൗണ്ട്സ്? അറിയാം അല്ലെ? ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തായിരിക്കാം? നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, മറ്റ് രാജ്യങ്ങളിലുള്ള ആൾക്കാർ നമ്മൾ എവിടേക്ക് വരും? ഇന്ത്യയിലോട്ട് വന്നിട്ട് ഇന്ത്യയിലുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നതാണ്? എഴുതുന്നതിനെയാണ് എന്ത് വിളിക്കുന്നത്? ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ ഇന്ത്യക്ക എഴുതിയത് ആരാണ്? മെഗസ്തനീസ് ആണ് അല്ലെ? ഇന്ത്യക്ക എന്ന് പറയുന്ന ബുക്ക് എഴുതിയത് മെഗസ്തനീസ് ആണ്. ഇന്ത്യക്കയിൽ കൂടുതലായിട്ട് പരാമർശിക്കുന്ന ഒരു നദിയുണ്ട്, സിന്ധു നദി അല്ലെ? സിന്ധു നദി അല്ലെ ഇൻഡസ് എന്ന് പറയുന്ന സിന്ധു നദി ഒരുപാട് എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതി ഫലിപ്പിച്ച ഒരു വ്യക്തിയാണ് ആര്? നമ്മുടെ മെഗസ്തനീസ് എന്ന് പറയുമ്പോൾ മെഗസ്തനീസ് എന്താ പറഞ്ഞത്? നമ്മുടെ ഇന്ത്യയിലുള്ള കാര്യങ്ങളെ കുറിച്ചും നദികളെ കുറിച്ചും ഒക്കെ ഒത്തിരി എഴുതിയ വ്യക്തിയാണ് ആര്? നമ്മുടെ മെഗസ്തനീസ്. അദ്ദേഹത്തിന്റെ ബുക്കിന്റെ പേരെന്താണ്? ഇന്ത്യക. ഇത് എന്താണ്? ഒരു ഫോറിൻ അക്കൗണ്ട്സ് അല്ലേ? കാരണം ഇവിടെ ഉള്ള ആളല്ല, മറ്റു സ്ഥലത്തു നിന്നുള്ള ഒരാള് നമ്മൾ എവിടേക്ക് വന്നിട്ട് നമ്മുടെ നാടിനെ കുറിച്ച് എന്ത് ചെയ്യുന്നതാണ്? എഴുതുന്നതിനെയാണ് എന്ത് വിളിച്ചത്? നമ്മുടെ ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. അപ്പൊ ഇന്ത്യക്ക് ആരെഴുതിയതാണ്? മെഗസ്തനീസ് ആണ്. ഫാഗിയാൻ ആരാണ്? ഒരു ചൈനീസ് സഞ്ചാരിയാണ് ഫാഗിയാൻ അല്ലെ? ഫാഗിയാൻ ഒരു ചൈനീസ് സഞ്ചാരിയായിരുന്നു. ഇദ്ദേഹം നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്തത് ഏത് സെഞ്ചുറിയിലാണ്? 5ാം നൂറ്റാണ്ടിലാണ്. 5th സെഞ്ചുറിയിലാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യ വിസിറ്റ് ചെയ്തത്. ഈ ഫാഗിയന് ശേഷം ആര് വരികയാണ്? ഹുയാൻ സാങ് വരികയാണ്. ഫാഗിയന് ശേഷം ആര് വരുന്നു? ഹുയാൻ സാങ് എന്ന് പറയുന്ന വ്യക്തി. ഇദ്ദേഹം വിസിറ്റ് ചെയ്തത് ഹർഷവർദ്ധന മഹാരാജാവിന്റെ കാലഘട്ടത്തിലാണ് ഹുയാൻ സാങ് നമ്മുടെ ഇന്ത്യയിലോട്ട് വന്നത്. ഓക്കെ, അപ്പൊ പിന്നെ ഇനി വർക്ക്സ് ഓഫ് അറബ് സ്കോളേഴ്സ്, ഒരുപാട് കാര്യങ്ങൾ ഇവരെല്ലാം നമ്മുടെ ഇന്ത്യയെ കുറിച്ച് ഒരുപാട് നല്ല നല്ല കാര്യങ്ങൾ, അതുപോലെ തന്നെ ഇന്ത്യയിലുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്? എഴുതിയിട്ടുണ്ട്. ക്ഷിപ്രഗോപികളാണെങ്കിലും അല്ലെ, ഇന്ത്യക്കാർ ക്ഷിപ്രഗോപികളാണെങ്കിലും എന്താണ് അങ്ങനെ ഒരു കോട്ടൊക്കെ പറഞ്ഞിട്ടുള്ള വ്യക്തിയാണ് നമ്മുടെ ഹുയാൻ സാങ് എന്ന് പറയുന്ന വ്യക്തി. അപ്പൊ ശ്രദ്ധിച്ചിരിക്കുക, ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്താണ്? ഇന്ത്യക്ക് എഴുതിയത് ആരാണ്? മെഗസ്തനീസ്. ഫോറിൻ അക്കൗണ്ട്സിൽ എന്തൊക്കെ നിങ്ങൾ എഴുതും? ഇന്ത്യക്ക് എഴുതിയത് മെഗസ്തനീസ് ആണ്. ഫാഗിയൻ ആണ്, ഒരു ചൈനീസ് സഞ്ചാരിയായിരുന്നു ഫാഗിയാൻ എന്ന് പറഞ്ഞ ഫാഗിയൻ ഒരു ചൈനീസ് സഞ്ചാരിയാണ്. AD 5ാം നൂറ്റാണ്ടിലാണ് അദ്ദേഹം ഇവിടേക്ക് വന്നത്. പിന്നെ ഫാഗിയന് ശേഷം അദ്ദേഹത്തിന് ശേഷം വന്നത് ഹുയാൻ സാങ് ആണ് അല്ലെ? ഹുയാൻ സാങ് വിസിറ്റ് ചെയ്തത് ഹർഷവർദ്ധന രാജാവിന്റെ കീഴിലാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആ സമയത്താണ്. പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഇബൻ ബത്തൂത്ത, അൽബുറൂനി, ഇവരെല്ലാം ഇന്ത്യയെ കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഇന്ത്യയെ കുറിച്ചുള്ള വിവരങ്ങൾ നൽകിയത് ആരൊക്കെയാണ്? ഇബൻ ബത്തൂത്ത, അതുപോലെ അൽബുറൂനി, ഇവരെല്ലാം നമ്മുടെ ഇന്ത്യയെ കുറിച്ചുള്ള ഒരുപാട് വിവരങ്ങൾ നമുക്ക് എഴുതി വച്ചിട്ടുണ്ട്. അപ്പൊ ഇതാണ് ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുന്നത്. മനസ്സിലായോ ഫോറിൻ അക്കൗണ്ട്സ്? അപ്പം ഇത്രയും എവിടെ വരും? നമ്മുടെ ഇതിൽ വരുന്നതാണ്, രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ വരുന്നതാണ്. എങ്ങനെയൊക്കെയാണ് നമുക്ക് ആൻഷ്യന്റ് ഹിസ്റ്ററിയെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലിറ്റററി സോഴ്സസ്, ആർക്കിയോളജി സോഴ്സസ്, പിന്നെ വരുന്നത് എന്താണ്? ഫോറിൻ അക്കൗണ്ട്സ്. 3 കാര്യങ്ങളാണ് ഉള്ളത്. ലിറ്റററി സോഴ്സസ്, ഫോറിൻ അക്കൗണ്ട്സ്, പിന്നെ എന്താണ് നമ്മുടെ ആർക്കിയോളജി സോഴ്സസ്. ഇതിൽ എല്ലാത്തിലും ഓരോ ഘടകങ്ങൾ നമുക്ക് സബ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചിലപ്പോൾ ചോദിക്കുക. സൂത്ര എന്താണ്? സൂത്ര എന്ന് പറഞ്ഞാൽ എന്താണ്? 1-2 വരികളിൽ അർത്ഥവത്തായ കാര്യങ്ങൾ എഴുതുന്ന സൂത്ര അല്ലെ? പുരാണങ്ങൾ എന്താണ്? വായുപുരാണം, സ്കന്ദപുരാണം, മത്സ്യപുരാണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെ? പിന്നെ ഇവിടെ പറയുന്നുണ്ട് ഭഗവത്ഗീത, മഹാഭാരതം എന്താണ്? അപ്പൊ ഇതിനകത്ത് കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് വ്യക്തമായിട്ട് തന്നെ എന്ത് ചെയ്യുക? മനസ്സിലാക്കി പഠിക്കുക. ഇനി ഈ ഫോറിൻ അക്കൗണ്ട്സ് എന്ന് പറയുമ്പോൾ എന്തൊക്കെയായിരിക്കും? മെഗസ്തനീസിന്റെ ഇന്ത്യക, അതുപോലെ ഹുയാൻ സാങ് വന്നു, പിന്നെ ആര് വന്നു? ഫാഗിയാൻ വന്നു. അവിടെ കഴിഞ്ഞു. അപ്പൊ ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ലിമിറ്റേഷൻസ് ഓഫ് ലിറ്റററി സോഴ്സസ്. ചിലപ്പോൾ എക്സാമിന് ചോദിക്കാം, ലിറ്റററി സോഴ്സസിന്റെ ലിമിറ്റേഷൻസ് അല്ലെങ്കിൽ പരിമിതികൾ എന്തൊക്കെയായിരിക്കും പരിമിതികൾ എന്ന് പറയുമ്പോൾ? എക്സാഗ്രേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഉള്ളതിനെ പെരുപ്പിച്ച് കാണും. ചിലപ്പോ ഇവിടെ വന്ന ആൾക്കാർ കണ്ടത് ചിലപ്പോൾ 1-2 കാര്യങ്ങളാണെങ്കിൽ അവർ എഴുതി വരുമ്പോൾ എങ്ങനെയായിരിക്കാം? 10 കാര്യമൊന്നും ആയിരിക്കും. വെച്ചാൽ ഉള്ളതിനെ പെരുപ്പിച്ച് കാണും. നമ്മൾ ന്യൂസിലൊക്കെ കണ്ടിട്ടില്ലേ, പത്രത്തിലൊക്കെ കണ്ടിട്ടില്ലേ? ചിലപ്പോ ഒരു കെട്ടിടം മറിഞ്ഞ് ഒരു 30 പേരാണ് അവർക്കാണ് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ നാളത്തെ ന്യൂസിൽ വരുന്നത് 20 എന്നുള്ള ചിലപ്പോൾ എന്തായി മാറുന്നു? 200 മാറുന്നു. വെച്ചാൽ അത് ഒരു എക്സാഗ്രേഷൻ, ഒരു പെരുപ്പിച്ച് കാണുന്ന ഒരു രീതി എവിടെ ഉണ്ടായിരുന്നു? ഈ ലിറ്റററി സോഴ്സസിൽ ഉണ്ടായിരുന്നു. അപ്പൊ സത്യസന്ധമായിരിക്കോ എഴുതുന്ന കാര്യങ്ങൾ? ഇല്ല അല്ലെ? ഭൂരിഭാഗവും സത്യസന്ധത എന്ന് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അതിനിടയിൽ എന്താണ്? കുറച്ച് ഫേക്ക് ആയിട്ടുള്ള കാര്യങ്ങൾ, കുറച്ച് എന്താണ് കള്ളത്തനം കാണും. അപ്പൊ അതാ ഇവിടെ പറയുന്ന എക്സാഗ്രേഷൻ, ഉള്ളതിനെ പെരുപ്പിച്ച് പറയുന്നു. പിന്നെ എന്താണ്? പെർഷബിലിറ്റി ഓഫ് മെറ്റീരിയൽ അല്ലെ? എഴുതുന്നത് എന്തായിരിക്കാം? പേപ്പർ, അതുപോലെ തന്നെ താളിയോല, ഇങ്ങനെയുള്ള കാര്യങ്ങളിലായിരിക്കും അല്ലെ? ഈ മെറ്റീരിയൽ എങ്ങനെയല്ല? ക്വാളിറ്റി ഇല്ല അല്ലെ? എഴുതി വെച്ചത് മെറ്റീരിയൽ എന്ന് പറഞ്ഞാൽ താളിയോലകള്, അതുപോലെ തന്നെ എന്താണ്? പേപ്പർ,
അല്ലെ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എഴുതി വെക്കും. വർഷങ്ങൾ കഴിയുമ്പോൾ ഇത് എന്ത് ചെയ്യും? ഒരു വെള്ളപ്പൊക്കോ എന്തെങ്കിലും വരുമ്പോൾ എന്ത് ചെയ്യും? ഒഴുകി പോവുകയോ അല്ലെങ്കിൽ പേപ്പറൊക്കെ ആണെങ്കിൽ ചിതലരിക്കുകയോ ഒക്കെ ചെയ്തു പോകും. അല്ലെ? അതാ പറയുന്നത് പെട്ടെന്ന് തന്നെ നശിച്ചു പോകും. അതാണ് ഒരു ലിറ്റററി സോഴ്സിന്റെ അടുത്തൊരു പോരായ്മ എന്ന് പറയുന്നത്. അപ്പൊ ഒന്നാമത്തത് എന്താണ്? എക്സാഗ്രേഷൻ. അല്ലെ? എക്സാഗ്രേഷൻ എന്ന് ഉള്ളതിനെ പെരുപ്പിച്ച് കാണിക്കുക. രണ്ടാമത്തത് മെറ്റീരിയൽസിന്റെ ക്വാളിറ്റി ഇല്ലായ്മ. അതായത് എഴുതുന്നത് എന്തില്ല? താളിയോല എന്ന് പറയുമ്പോൾ ആ ഒരു ഇത് പൊടിഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. പിന്നെ പേപ്പർ അത് ഇതുപോലെ ചിതലരിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഒരുപാട് നമ്മുടെ ലിറ്റററി സോഴ്സ് നമുക്ക് നഷ്ടപ്പെട്ടു. ഒരുപാട് രാജാക്കന്മാർ ഒരുപാട് കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. ചേര, ചോള, പാണ്ഡ്യ രാജാക്കന്മാരൊക്കെ ഒത്തിരി കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷെ അത് നമുക്ക് ഇതുവരെ നമ്മുടെ കൈകളിൽ കിട്ടിയിട്ടില്ല. കാരണം അതെല്ലാം എന്ത് ചെയ്തിട്ടുണ്ട്? നശിച്ചു പോയിട്ടുണ്ട്. പിന്നെ അടുത്തെന്താണ്? ആൻഷ്യന്റ് സ്ക്രിപ്റ്റ്സ് ആർ ഒട്ടേറെ ലിപികൾ, അല്ലെ? ഇവിടെ പറയുന്നുണ്ട് ഒട്ടേറെ ലിപികൾ നമുക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല? വായിച്ചെടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ഒട്ടേറെ ലിപികൾ. കാരണം അതിനുള്ള എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരില്ല, സ്കോളേഴ്സ് ആയിട്ടുള്ള ആൾക്കാരില്ല, അതുപോലെ ആ ലിപി പഠിച്ച ആൾക്കാരുമില്ല, അല്ലെ? അതാ ഇവിടെ നമ്മൾ നേരത്തെ പഠിച്ചു സ്റ്റഡി ഓഫ് ഇൻസ്ക്രിപ്ഷൻ ഈസ് കാൾഡ് എപ്പിഗ്രാഫി, അല്ലെ? അപ്പൊ അത് നമുക്ക് വായിച്ചെടുക്കാനായിട്ട് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഇവിടെ പറയുന്നുണ്ട് ഒട്ടേറെ ലിപികൾ നമുക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള വായിച്ചെടുക്കാൻ പറ്റാത്ത ഒരു ലിപിയാണ് നേരത്തെ ഞാൻ പറഞ്ഞ ഹാരപ്പൻ ലിപി. ഹാരപ്പൻ ലിപി നമുക്ക് ഇതുവരെ എന്ത് ചെയ്യാൻ പറ്റില്ല? പൂർണ്ണമായിട്ടും വായിച്ചെടുക്കാനായിട്ട് സാധിച്ചിട്ടില്ല. കൃത്യമായിട്ട് വായിച്ചെടുക്കാൻ കഴിയാത്തൊരു ലിപിയാണ് ഹാരപ്പൻ ലിപി. ഹാരപ്പൻ സിവിലൈസേഷനിലുള്ള ഒരു ലിപി എന്ന് പറയുന്നത്. അപ്പൊ ഇതൊക്കെയാണ് ലിറ്റററി സോഴ്സസിന്റെ എന്തെന്ന് പറയുന്നത്. അതിന്റെ ഡിമെറിറ്റ്സ് അല്ലെങ്കിൽ എന്താണ് ഒരു പരിമിതികൾ എന്തൊക്കെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എക്സാഗ്രേഷൻ, അല്ലെ? ഉള്ളതിനെ പെരുപ്പിച്ച് കാണിക്കുക. രണ്ടാമത്തത് എഴുതുന്നത് മെറ്റീരിയൽ എന്തല്ല, ക്വാളിറ്റി ഇല്ല. താളിയോലയിലും പേപ്പറിലൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാൽ വർഷങ്ങൾ കഴിഞ്ഞിട്ട് നമ്മളെ കയ്യിൽ കിട്ടുമോ? ഇല്ല, അതെല്ലാം നശിച്ചു പോകും. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? ഒട്ടേറെ ലിപികൾ നമുക്ക് വായിച്ചെടുക്കാനായിട്ട് സാധിച്ചില്ല. അങ്ങനെ വായിച്ചെടുക്കാൻ പറ്റാത്ത ഏതാണ്? നമ്മുടെ ഹാരപ്പൻ ലിപി. അപ്പൊ ഇത്രയാണ് നിങ്ങളുടെ ഈ ഒരു ചാപ്റ്ററിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് ഉള്ളത്. ഫസ്റ്റത്തത് എന്താണ്? മേജർ ജോഗ്രഫി ഫീച്ചേഴ്സ് ഏതൊക്കെയാണ്? ഉത്തരപർവ്വത മേഖല, ഉപദ്വീപ പീഠഭൂമി, അതുപോലെ തന്നെ ഉത്തര മഹാസമതലം, അല്ലെ? ഇവിടെ പറയുന്ന കാര്യങ്ങളൊക്കെ. പിന്നെ വടക്ക് പർവ്വതങ്ങളെ കുറിച്ചൊക്കെ, പിന്നെ അതിനുള്ളിലെ കാര്യങ്ങൾ, പിന്നെ ലിറ്റററി സോഴ്സസ്, ആർക്കിയോളജി സോഴ്സസ്, ഫോറിൻ അക്കൗണ്ട്സ്, ഇങ്ങനെ കുറെ കാര്യങ്ങൾ നമ്മൾ ഇന്ന് ഇതിനുള്ളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നന്നായിട്ട് പഠിക്കുക, ടെക്സ്റ്റ് എടുത്ത് വായിച്ചു നോക്കും. ഈ ഒരു ജസ്റ്റ് ക്ലാസ് കൂടെ ഒന്ന് കേട്ട് നോക്കി കഴിഞ്ഞാൽ ഈ പാഠം കൃത്യമായിട്ട് എഴുതാനായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും. ചോദിച്ചു കഴിഞ്ഞാൽ വൃത്തിയായിട്ട് എഴുതാനായിട്ട് സാധിക്കും. സിമ്പിൾ കാര്യമാണ്. അതൊന്ന് മനസ്സിലാക്കി ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് സൂപ്പറായിട്ട് ഈ ഒരു പാഠത്തിലുള്ള ക്വസ്റ്റ്യൻ ആൻസർ നമുക്ക് ധൈര്യമായിട്ട് നേരിടാനായിട്ട് സാധിക്കും. അപ്പോൾ ക്ലാസ് നിങ്ങൾക്ക് യൂസ് ആയി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ക്ലാസ് യൂസ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് എന്ത് സംശയം ഉണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട്. എന്ത് സംശയം കമന്റ് സെക്ഷനിൽ രേഖപ്പെടുത്താം. അതുപോലെ ഏതൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങളോട് സംസാരിക്കാം, കോൺടാക്ട് ചെയ്യാം. ഞങ്ങളുടെ നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. എല്ലാവർക്കും നല്ലത് വരട്ടെ. താങ്ക് യു.